ഹായ് ഫ്രണ്ട്സ്, ദസ്തകിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ പാഠഭാഗം പുൽബനീതി മാ, അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വീഡിയോ എല്ലാവരും കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പാഠഭാഗത്തേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ടിവിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. टीवी सारांश समरी। वरुण ग्रोवर द्वारा लिखित पटकथा है टीवी। वरुण ग्रोवर എഴുതിയിട്ടുള്ള തിരക്കഥയാണ് टीवी। ये टीवी देखने की चाह रखने वाले 3 बच्चों की कहानी है। चाह ആഗ്രഹം, ഇത് टीवी കാണാൻ ആഗ്രഹിച്ച 3 കുട്ടികളുടെ കഥയാണ്. इसका मुख्य पात्र है ഗോപു, ചുന്നി और ലല്ലു. ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളാണ് ഗോപുവും ചുന്നിയും ലല്ലുവും. गोबू का गांव पहाड़ का उस तरफ था जहां टीवी नहीं आता था. ഗോപുവിന്റെ ഗ്രാമം പർവ്വതത്തിന് മറുഭാഗത്തായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ टीवी सिग्नल എത്തില്ലായിരുന്നു. गोबू को उसके बाबा ने पहाड़ के उस पार वाले गांव में रहते अपने दोस्त मनोहर के घर में टीवी दिखाई थी. ഗോപുവിന് അവന്റെ അച്ഛൻ പർവ്വതത്തിന്റെ അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് മനോഹറിന്റെ വീട്ടിലെ टीवी കാണിച്ചിരുന്നു. ഗോപുനെ ഉസ് टीवी में 26 जनवरी की परेड देखी थी. ഗോപു ആ ടിവിയിൽ 26 जनवरी അതായത് റിപ്പബ്ലിക് ദിനത്തിലെ പരേഡ് കണ്ടിരുന്നു. ഗോപുനെ ये बात अपने दोस्त लल्लू को और लल्लू ने चुन्नी को बताई. ഗോപു ആ കാര്യം അവന്റെ സുഹൃത്ത് ലല്ലുവിനോടും ലല്ലു അത് ചുന്നിയോടും പറഞ്ഞു. लल्लू और चुन्नी को दूसरे गांव जाकर टीवी देखने का गोबू का आइडिया पसंद आया. ലല്ലുവിനും ചുന്നിക്കും അടുത്ത ഗ്രാമത്തിൽ പോയിട്ട് टीवी കാണാനുള്ള ഗോപുവിന്റെ ഐഡിയ ഇഷ്ടായി. दोपहर को निकले तो शाम तक वापस आ जाएंगे, यही सोचकर किसी से बिना कहकर तीनों निकल पड़ते हैं. ഉച്ചയ്ക്ക് പുറപ്പെട്ടാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും തിരിച്ചെത്താമെന്ന് വിചാരിച്ച് അവര് 3 പേരും ആരോടും പറയാതെ പോയി. बड़ी मुश्किल से पहाड़ चढ़कर उस पार पहुंचे ही थे कि अचानक सामने बड़ी सी बस आ गई. വളരെ കഷ്ടപ്പെട്ട് പർവ്വതമെല്ലാം കയറി അവർ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് ഒരു ബസ് വന്നു. ചുന്നി तो आगे निकल गई पर गोबू और लल्लू रुक गई. ചുന്നി വേഗം തന്നെ മുന്നോട്ട് പോയി, പക്ഷെ ഗോപുവും ലല്ലുവും അവിടെ നിന്നു. ബസ് വാലനെ ബ്രേക്ക് ലഗായി और फटकारने लगा. ബസ് ഡ്രൈവർ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇട്ടു, എന്നിട്ട് അവരെ വഴക്കു പറയാൻ തുടങ്ങി. इसी के बाद वे तीनों ने हाथ पकड़कर संग चलने लगे. അതിനുശേഷം അവർ 3 പേരും കൈകൾ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. गोबू को मनोहर चाचा के घर पहचान थी क्योंकि उसकी छत पर एक सुंदर सा लहराता एंटीना लगा हुआ था. ഗോപുവിന് മനോഹർ ചാച്ചയുടെ വീട് അറിയാമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ വീടിന്റെ മേൽക്കൂരയിൽ ഒരു ഭംഗിയുള്ള ആന്റിന ഉണ്ടായിരുന്നു. गोबू ने 1-2 घरों में जाकर पहचानने की कोशिश की, लेकिन वहां सब घर एक जैसे थे. ഗോപു 1-2 വീടുകളിലേക്ക് എത്തി നോക്കി മനോഹർ ചാച്ചയുടെ വീട് ഏതാന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ എല്ലാ വീടുകളും ഒരുപോലെയായിരുന്നു. സബ് ഘറോ കി ഛത് പർ ആന്റിന ഭി ഥേ. എല്ലാ വീടിന്റെയും മേൽക്കൂരയിൽ ആന്റിനകളും ഉണ്ടായിരുന്നു. തീനോ ബച്ചേ റോനെ ലഗേ. 3 കുട്ടികളും കരയാൻ തുടങ്ങി. ലോഗ് ജമാ ഹോ ഗയേ. ആളുകളും ഒത്തുകൂടി. സവാൽ ഏവം ദുലാർ ബരസ്നെ ലഗേ. ദുലാർ വാത്സല്യം, ബരസ്ന വർഷിക്കുക. അവര് വാത്സല്യത്തോടു കൂടി ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. ഗോപുനെ ബത്തായ കി വേ മനോഹർ ചാച്ച കെ ഘർ टीवी देखने आए थे. ഗോപു അവരോട് പറഞ്ഞു അവർ മനോഹർ ചാച്ചയുടെ വീട്ടിൽ टीवी കാണാൻ വേണ്ടി വന്നതായിരുന്നു. ലേക്കിൻ ഘർ നഹീ പഹചാൻ പായേ. പക്ഷെ വീട് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജൽദി ഹി മനോഹർ ചാച്ച ഭി ആ ഗയേ. പെട്ടെന്ന് തന്നെ മനോഹർ ചാച്ചയും വന്നു. तीनों के घर ഖബർ ഭിജ്വാ ദി ഗയി കി പരേശ ന ഹോ. 3 പേരുടെയും വീടുകളിലേക്ക് അറിയിക്കുകയുണ്ടായി, ഭയപ്പെടേണ്ട കാര്യമില്ല. ഗോപു കെ ബാബാ ഭി ആ ഗയേ. ഗോപുവിന്റെ അച്ഛനും വന്നു. और तय हुआ कि टीवी देखकर ही वापस जाएंगे. എന്നിട്ട് തീരുമാനിച്ചു टीवी കണ്ടിട്ടേ ഇനി തിരിച്ചു പോകുന്നുള്ളൂ.
മനോഹർ ചാച്ച ബച്ചോं को अपने घर ले गए. മനോഹർ ചാച്ച കുട്ടികളെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. तीनों चाव से बैठे और टीवी का बटन दबाया. മൂന്ന് കുട്ടികളും ഉത്സാഹത്തോടു കൂടിയിരുന്നു. टीवी का बटन दबाया. ടിവിയുടെ സ്വിച്ചും ഓൺ ചെയ്തു. टीवी से आवाज आई और तस्वीर दिखाना अभी बाकी था. ടിവിയിൽ നിന്ന് ശബ്ദവും വന്നു, പക്ഷേ ചിത്രം കാണിക്കാനുള്ളത് ബാക്കിയായി. തബി ബിച്ചലി ചലി ജാത്തി. അപ്പോ കറണ്ടും പോയി. इस पटकथा में 3 बच्चों की टीवी देखने जाना और उस आशा के न कामयाब होने के बारे में बताया है. ഈ പട്കഥയിൽ, അതായത് ഈ തിരക്കഥയിൽ 3 കുട്ടികൾ ടി വി കാണാൻ പോകുന്നതും അവരുടെ ആശ സഫലമാകാത്തതിനെയും കുറിച്ചാണ് പറയുന്നത്. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിന്റെ സാരാംശം. സാരാംശത്തിൽ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ പാഠഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടിവി കിസ് വിധ കി രചന ഹേ. ടിവി ഏത് തരത്തിലുള്ള രചനയാണ്? പട്കഥ. അടുത്തത്, ടിവി പട്കഥ കിസ്നെ ലിഖി. ടിവി പട്കഥ ആരാണ് എഴുതിയിരിക്കുന്നത്? വരുൺ ഗ്രോവർ. അടുത്തത്, ബच्चे अपने गांव कीरतपुर से क्यों आए हैं? കുട്ടികൾ അവരുടെ ഗ്രാമമായ കീരത്പൂരിൽ നിന്ന് എന്തിനാണ് വന്നിരിക്കുന്നത്? बच्चे अपने गांव कीरतपुर से टीवी देखने आए हैं. കുട്ടികൾ അവരുടെ ഗ്രാമമായ കീരത്പൂരിൽ നിന്നും ടിവി കാണാനാണ് വന്നിരിക്കുന്നത്. മനോഹർ ബच्चों को कहां ले जाते हैं? മനോഹർ കുട്ടികളെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? മനോഹർ ബच्चों को अपने घर ले जाते हैं. മനോഹർ കുട്ടികളെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അടുത്ത ചോദ്യം എങ്ങനെയാണെന്ന് നോക്കാം. പട്കഥ ഓർ കഹാനിക്ക് തുലന കരെ. തിരക്കഥയെയും കഹാനിയെയും താരതമ്യം ചെയ്യുക. ടിപ്പണി ലിഖെ. കുറിപ്പെഴുതു. നമുക്ക് ഉത്തരം എഴുതി നോക്കാം. പട്കഥ കഹാനി സെ ഭിന്ന ഹോത്തി ഹെ. തിരക്കഥ കഥയിൽ നിന്നും വ്യത്യസ്തമാണ്. ലേക്കിൻ കഹാനി കെ ആധാർ പർ ഹി പട്കഥ ലിഖി ജാതി ഹെ. പക്ഷേ കഥയെ ആധാരമാക്കിയാണ് തിരക്കഥ എഴുതുന്നത്. ഇസ്മേ സംവാദ് ഓർ സംവാദോं के बीच घटनाओं का विस्तृत विवरण होता है. ഇതിൽ സംഭാഷണവും സംഭാഷണത്തിന്റെ ഇടയ്ക്ക് സംഭവങ്ങളുടെ വിസ്തൃത വിവരണവും ഉണ്ടാകും. पटकथा का एक दृश्य लिखते समय उसमें स्थान, समय, घटना, पात्र आदि लिखना चाहिए. തിരക്കഥയിൽ ഒരു ദൃശ്യം എഴുതുന്ന സമയത്ത് അതിൽ സ്ഥാനം, സമയം, സംഭവം, കഥാപാത്രം എല്ലാം എഴുതേണ്ടതായിട്ടുണ്ട്. കഹാനി മേ ശുരുവാത് മേ ഹി യേ സബ് കഹി ജാതി ഹെ. കഥയിൽ തുടക്കത്തിൽ തന്നെ ഇതെല്ലാം പറഞ്ഞു പോകും. കഹാനി കാ ജോ ക്രം ഹോത്താ ഹെ. കഥയ്ക്ക് ഒരു ക്രമമുണ്ട് അഥവാ ഒരു ഓർഡർ ഉണ്ട്. പട്കഥാ മേ ഉസെ അലഗ് ഡംഗ് സെ ദർശായ ജാതാ ഹെ. തിരക്കഥയിൽ അത് വേറൊരു രീതിയിലായിരിക്കും കാണിക്കുക. കഭി ഫ്ലാഷ് ബാക്ക് രൂപ മേ ഘടനാവോं को दिखाया जाता है. ചിലപ്പോഴൊക്കെ ഫ്ലാഷ് ബാക്ക് രൂപത്തിലായിരിക്കും സംഭവങ്ങളെല്ലാം കാണിക്കുക. ദൃശ്യക വിവരൺ വർത്തമാൻ കാൽ മേ ലിഖാ ജാതാ ഹെ. ദൃശ്യത്തിന്റെ വിവരണം വർത്തമാന കാലത്തിലാണ് എഴുതുന്നത്. കഹാനി മേ ദൃശ്യക വിവരൺ അലഗ് ഡംഗ് സെ ഹോത്താ ഹെ. കഥയിൽ ദൃശ്യത്തിന്റെ വിവരണങ്ങൾ വ്യത്യസ്ത രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. അടുത്ത ചോദ്യം എങ്ങനെയാണെന്ന് നോക്കാം. ഗോപു ഘർ പഹുഞ്ച. ഗോപു വീട്ടിലെത്തി. വ യാദോ മേ ഗോ ഗയ. അവൻ ഓർമ്മകളിൽ മുഴുകിപ്പോയി. ഫിർ ഡയറി ലിഖ്നെ ലഗാ. ശേഷം ഡയറി എഴുതാൻ തുടങ്ങി. ഡയറി കാ വ അംശ് ലിഖേ. ഡയറിയുടെ ആ ഭാഗം എഴുതി നോക്കൂ. നമുക്ക് ഡയറി എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഡയറി എഴുതുമ്പോൾ ദിവസവും തീയതിയും പ്രധാനമാണ്. ദിവസം ദിൻ, തീയതി താരീഖ്. ആദ്യം തന്നെ പേജിന്റെ വലതുവശത്തായിട്ട് തീയതിയും പിന്നെ ദിൻ ദിവസവും എഴുതുക. ഇങ്ങനെയാണ് ഡയറിയുടെ ഫോർമാറ്റ്. നിങ്ങൾക്ക് സ്കൂളിൽ എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അതുപോലെ ഫോളോ ചെയ്യാം. ഇനി ഡയറി എഴുതാൻ തുടങ്ങാം. ആജ് ദുഃഖ് കാ ദിൻ താ. ഇന്ന് സങ്കടമുള്ള ദിവസമായിരുന്നു. മുझे टीवी देखना था. എനിക്ക് ടിവി കാണണമായിരുന്നു. ബാബാ ने मुझे अपने दोस्त मनोहर चाचा के घर में टीवी दिखाया था.
അച്ഛൻ എന്നെ അച്ഛന്റെ ഫ്രണ്ട് മനോഹർ ചാച്ചയുടെ വീട്ടിൽ ടി വി കാണിച്ചിരുന്നു. मैंने उस टीवी में 26 जनवरी की പരേഡ് देखा था. ഞാൻ ആ ടിവിയിൽ 26 ജനുവരി അതായത് റിപ്പബ്ലിക് ദിനത്തിലെ പരേഡ് കണ്ടിരുന്നു. ये बात अपने दोस्त लल्लू को और लल्लू ने चुन्नी को बताई. ആ കാര്യം എന്റെ സുഹൃത്ത് ലല്ലുവിനോടും ലല്ലു അത് ചുന്നിയോടും പറഞ്ഞു. दूसरे गांव जाकर टीवी देखने का मेरा आइडिया लल्लू और चुन्नी को पसंद आया. അടുത്ത ഗ്രാമത്തിൽ പോയിട്ട് ടി വി കാണാനുള്ള എന്റെ ഐഡിയ ലല്ലുവിനും ചുന്നിക്കും ഇഷ്ടായി. दोपहर को निकले तो शाम तक वापस आ जाएंगे. ഉച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരാം. यही सोचकर किसी से न कहकर हम निकल पड़े. അത് വിചാരിച്ചിട്ട് ആരോടും പറയാതെ ഞങ്ങൾ പുറത്തുപോയി. बड़ी मुश्किल से पहाड़ चढ़कर उस पार पहुंचे ही थे कि अचानक सामने बड़ी सी बस आ गई. വളരെ കഷ്ടപ്പെട്ട് പർവ്വതം കയറി അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ മുന്നിലേക്കൊരു ബസ് വന്നു. ചുന്നി തോ ആകെ നിക്കൽ ഗയി. ചുന്നി പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയി. പർ മേ ഓർ ലല്ലു റുക് ഗയ. ഞാനും ലല്ലും അവിടെ നിന്നു. ബസ് വാലേനെ ബ്രേക്ക് ലഗായി ഓർ ഫട്കാർനെ ലഗാ. ബസ്സിലെ ഡ്രൈവർ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇട്ടു ഞങ്ങളെ വഴക്കു പറയാൻ തുടങ്ങി. ഇസ്കെ ബാദ് ഹം ഹാത്ത് പക്കഡ്കർ സംഗ് ചലനെ ലഗാ. അതിനുശേഷം ഞങ്ങൾ കൈ പിടിച്ച് ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. മുझे पूरा रास्ता और മനോഹർ ചാച്ചാ के घर की पहचान था. എനിക്ക് മുഴുവൻ വഴിയും മനോഹർ ചാച്ചയുടെ വീടും അറിയാമായിരുന്നു. क्योंकि उनके छत पर एंटीना लगा हुआ था. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ വീടിന്റെ മേൽക്കൂരയിൽ ഒരു ആന്റിന വെച്ചിരുന്നു. वहां सब घर एक जैसे थे और सभी घरों की छत पर एंटीना भी थे. അവിടെ എല്ലാ വീടുകളും ഒരുപോലെയായിരുന്നു. എല്ലാ വീടിന്റെയും മേൽക്കൂരയിൽ ആന്റിനയും ഉണ്ടായിരുന്നു. इसलिए घर पहचाने में दिक्कत हुआ. അതുകൊണ്ട് തന്നെ വീട് തിരിച്ചറിയാൻ കഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് അറിയാനും തുടങ്ങി. बीच सड़क में हमें रोता देख तुरंत ही लोग जमा हो गए और कारण पूछने लगे. റോഡിന്റെ നടുവിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാനും തുടങ്ങി. അത് കണ്ട് ആളുകളും കൂടി ഞങ്ങളോട് കാരണം ചോദിക്കാൻ തുടങ്ങി. हमने सब बातें बताई. ഞങ്ങൾ എല്ലാ കാര്യവും പറഞ്ഞു. तब वहां मनोहर चाचा आ गया. അപ്പോൾ അവിടെ മനോഹർ ചാച്ചയും വന്നു. ഹമാരെ ഘർ ഖബർ ഭിജ്വാ ദിയ. ഞങ്ങളുടെ വീടുകളിലേക്ക് വിവരം അറിയിച്ചു. ബാബാ ബി ആ ഗയേ. അച്ഛനും വന്നു. और तय हुआ कि आज टीवी देखकर ही वापस जाएंगे. എന്നിട്ട് തീരുമാനിച്ചു ഇന്നിനി ടി വി കണ്ടിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. മനോഹർ ചാച്ച ഹമേ അപ്നെ ഘർ ലേ ഗയേ. മനോഹർ ചാച്ച ഞങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. हम चाव से बैठे और टीवी का बटन दबाया. ഞങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടിയിരുന്നു. ടിവിയുടെ സ്വിച്ചും ഓൺ ചെയ്തു. ടിവി സെ ആവാസ് ആതി ഹേ. ടിവിയിൽ നിന്ന് ശബ്ദവും വന്നു. और तस्वीर दिखाना अभी बाकी है. പക്ഷേ ചിത്രം കാണിക്കാന്നുള്ളത് അപ്പോഴും ബാക്കി. തബി ബിജലി ചലി ഗയി. അപ്പോ കറണ്ടും പോയി. हम तीनों बहुत उदास हो गए. ഞങ്ങൾക്ക് 3 പേർക്കും വിഷമായി. ഹേ ഭഗവാൻ, എന്റെ ദൈവമേ, ये कैसी परीक्षा है. ഇതെന്തൊരു പരീക്ഷണമാണ്. ഇത്തിനെ മുഷ്കിലെ പാർ കർക്കെ ഹംനെ വഹാൻ തക് പഹുഞ്ചാത്ത. ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ അവിടെ വരെ എത്തി. ഹമാരെ സാരി കോശിഷ് ബേക്കാർ ഹോ ഗയേ. ഞങ്ങൾ ചെയ്തതെല്ലാം വെറുതെയായി. മുझे नींद भी नहीं आ रहा है. എനിക്ക് ഉറക്കം വരെ കിട്ടുന്നില്ല. ഇത്രയുമാണ് ഗോപുവിന്റെ ആ ദിവസത്തെ ഡയറിയിലുള്ള കാര്യങ്ങൾ. അങ്ങനെ എല്ലാവർക്കും ഡയറി എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഗോപു മനോഹർ ചാച്ചാ കെ ഗാവ് സെ അപ്നെ ഘർ പഹുഞ്ച. ഗോപു മനോഹർ ചാച്ചയുടെ ഗ്രാമത്തിൽ നിന്നും അവന്റെ വീട്ടിലെത്തി. മാ ഓർ ഗോപു കെ ബീച്ച് ഹുയെ വാർത്താലാപ് കൽപ്പന കർക്കെ ലിഖെ. അമ്മയുടെയും ഗോപുവിന്റെയും ഇടയിൽ നടന്നിട്ടുള്ള സംഭാഷണം സങ്കല്പിച്ച് എഴുതി നോക്കൂ. വാർത്താലാപ് സംഭാഷണം. ഇവിടെ ആദ്യം തന്നെ ചോദ്യം ചോദിക്കുന്നത് അമ്മയാണ്. മാ, ക്യാ ഹുവ ബേട്ട? എന്ത് പറ്റി മോനെ? കഹാ തേ തും? എവിടെയായിരുന്നു നീ? ഗോപു മാൻസേ ലിപ്പട്ട് ജാത്താ ഹെ. ഇനി ഗോപു ആണ് പറയുന്നത്. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നു. മാ, മുജ്സേ ഗൽത്തി ഹോ ഗയി. അമ്മേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ആപ്സേ കഹേ ബിന മേ ടിവി ദേഖ്നെ ഗയാ താ. അമ്മയോട് പറയാതെയാണ് ഞാൻ ടിവി കാണാൻ പോയിരുന്നത്. മാ, ടിവി ദേഖ്നെ കഹാ? അമ്മ ചോദിക്കാണ്, ടിവി കാണാനോ? എവിടെ? ഗോപു, ഹാ മാ,
ബാബാക്കെ ദോസ് ഹേനാ? ഗോപു പറയാണ്, അതെ അമ്മേ, അച്ഛന്റെ ഫ്രണ്ട് ഇല്ലേ മനോഹർ ചാച്ച, ഉൻകെ ഗർമേ, മനോഹർ ചാച്ചയുടെ വീട്ടിലായിരുന്നു. ലല്ലു ഓർ ചുന്നിക്കോ ബി സാത്ത് ലേക്കർ ഗയാ താ. ലല്ലുവിനെയും ചുന്നിയെയും കൂട്ടിയിട്ടാണ് പോയിരുന്നത്. മാ ഉത്തിനി ദൂർ? അമ്മ ചോദിക്കാണ്, അത്രയും ദൂരെയോ? ഗോപു, രാസ്തേ മേ ഏക് ബസ് ഹംസെ ടക്രാനെ ഹി വാലാ താ. ടക്രാന കൂട്ടിമുട്ടുക. ഗോപു പറയാണ്, വഴിയിൽ ഒരു ബസ്സും ഞങ്ങളെ ഇടിക്കാൻ വന്നു. മാ പരേഷാ ഹോക്കർ, അമ്മ പേടിച്ചുകൊണ്ട്. ബാപ്രേ, ദൈവമേ, കോയി ചോടുത്തോ നെഹി ലഗി? ചോട്ട്, മുറിവ് അഥവാ പരിക്ക്, എന്തെങ്കിലും അപകടം പറ്റിയോ? ഗോപു, നെഹി മാ, ഇല്ലമ്മേ, ഡ്രൈവറിനെ ബ്രേക്ക് ലഗായോ ഹമേ ഫട്കാരാ ബി. ഡ്രൈവർ ബ്രേക്ക് ഇട്ടു, ഞങ്ങളെ വഴക്കും പറഞ്ഞു. ലേക്കിൻ അസ്ലി തക്ലീഫ് ഗർ പെഹ്ചാനെ മേ ഹുയി മാ. പക്ഷേ ശരിക്കുള്ള ബുദ്ധിമുട്ട് വീട് കണ്ടുപിടിക്കുന്നതിലായിരുന്നു അമ്മേ. മേനെ സോച്ചാത്ത, ഞാൻ വിചാരിച്ചിരുന്നു സിർഫ് മനോഹർ ചാച്ചാക്കെ ഘർ പർ ഹി ആന്റിന ലഗാ ഹുവാ ഹെ. മനോഹർ ചാച്ചയുടെ വീട്ടിൽ മാത്രമായിരിക്കും ആന്റിന വെച്ചിട്ടുണ്ടാവുക എന്ന്. ലേക്കിൻ വഹാം ഹർ ഘർ കെ ഊപ്പർ ആന്റിന താ. പക്ഷെ അവിടെ എല്ലാ വീടിന്റെയും മുകളില് ആന്റിന വെച്ചിട്ടുണ്ടായിരുന്നു. മേ ഡർ ഗയാ താ, ഞാൻ പേടിച്ചു പോയിരുന്നു. അമ്മ ചോദിക്കാണ്, ഫിർ ക്യാ ഹുവാ ബേട്ടാ? പിന്നെ എന്ത് പറ്റി മോനെ? ഗോപു പറയാ, ഹം തീനോം റോനെ ലഗെ. ഞങ്ങൾ 3 പേരും കരയാൻ തുടങ്ങി. ലോഗ് കാരൺ പൂച്ഛനെ ലേഗ, ആളുകള് കാരണം ചോദിക്കാൻ തുടങ്ങി. മനോഹർ ചാച്ച ബി വഹാം പഹൂഞ്ച, മനോഹർ ചാച്ചയും അവിടെ എത്തി. വേ ബാബാക്കോ ബുലായെ ഓർ ഹം സബ് ടിവി ദേഖ്നെ ചാച്ചാക്കെ ഘർ ഗയെ. അദ്ദേഹം അച്ഛനെയും വിളിച്ചു. ഞങ്ങൾ എല്ലാവരും ചാച്ചയുടെ വീട്ടിൽ ടിവി കാണാൻ പോയി. തോ തും ലോഗ് ടിവി ദേഖേ ക്യാ? അമ്മ ചോദിക്കാണ്, എന്നിട്ട് നിങ്ങൾ ടിവി കണ്ടോ? ഗോപു, നെഹി തബ് ബിജലി ചലി ഗയി. അപ്പൊ ഗോപു പറഞ്ഞു, ഇല്ല, അപ്പൊ കറണ്ട് പോയി. കോയ് ബാത് നെഹി, കൽ ബാബാക്കെ സാത്ത് ജാക്കർ ടിവി ദേഖേ ആനാ. അപ്പോൾ അമ്മ പറഞ്ഞു, സാരല്ല, നാളെ അച്ഛനെയും കൂട്ടിപ്പോയി ടിവി കണ്ടുവന്നോളൂ. ആകെ സെ കഹീൻ ജാനാ ഹെ തോ മാ ബാപ് സെ കഹക്കർ ജാനാ. ഇനി എവിടെ പോവുകയാണെങ്കിലും അമ്മയോട് അച്ഛനോടും പറഞ്ഞിട്ട് വേണം പോകാൻ. സംജയ്, മനസ്സിലായോ? ഗോപു, ഹാ മാ. ഗോപു പറഞ്ഞു, ശരി അമ്മേ. ഖുഷ് ഹോക്കർ, അവൻ സന്തോഷത്തോടു കൂടി, തോ മേ ജൽദി സോനെ ജാ രഹാ ഹൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം ഉറങ്ങാൻ പോവുകയാണ്. വാർത്താലാപം എങ്ങനെ എഴുതണമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ഇന്നിവിടെ ഈ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി പക്ഷി ഓർ ദീമക് എന്ന ചാപ്റ്ററിലെ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഷബാബ് കാരുണ്യം. പക്ഷി ഓർ ദീമക്, ഗജാനൻ മാധവ് മുക്തിബോധ്. പരീക്ഷയ്ക്ക് ഈ പാഠഭാഗത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് പരിചയപ്പെടാം ഇതിന്റെ സാരാംശം അല്ലെങ്കിൽ ഇതിന്റെ സമ്മറി. ഹിന്ദി സാഹിത്യ का प्रगतिशील काव्यधारा के प्रमुख लेखक है श्री गजानन माधव मुक्तिबोध. ഹിന്ദി സാഹിത്യത്തിലെ പ്രഗതിവാദി സാഹിത്യധാരയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് നമ്മുടെ ഗജാനൻ മാധവ് മുക്തിബോധ്. ഉൻകെ ദ്വാരാ ലിഖാ ഗയ ഏക് സുന്ദർ കഹാനി ഹെ പക്ഷി ഓർ ദീമക്. അദ്ദേഹത്താൽ എഴുതപ്പെട്ട വളരെ മനോഹരമായ ഒരു കഹാനിയാണ്, ഒരു കഥയാണ് പക്ഷി ഓർ ദീമക്. ദറസൽ പക്ഷി ഓർ ദീമക് ഏക് ലംബി കഹാനി ഹെ. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ നീണ്ട കഥയാണ്. യഹാ ഉസ് സമ്പൂർണ്ണ കഹാനി കെ ഭീതർ കി ഏക് ഛോട്ടി കഹാനി കോ ലിയാ ഗയാ ഹെ. ഈ നീണ്ട കഥയിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ചെറിയ കഥയിലേക്കാണ് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്, തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏക് നൗജവാൻ പക്ഷി ഥാ. ഒരു ചെറുപ്പക്കാരനായ പക്ഷിയുണ്ടായിരുന്നു. ഏക് ദിൻ ഉസ്കി മുലാഖാത്ത് ഏക് ബൈൽഗാഡി വാലെ സെ ഹോത്താ ഹെ. ഒരു ദിവസം അവന്റെ കണ്ടുമുട്ടൽ ഒരു കാളവണ്ടിക്കാരനുമായിട്ടുണ്ടാകുന്നു. എങ്ങനെയാണ് പറയുന്നത്? ഒരു ദിവസം പക്ഷി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാളവണ്ടിക്കാരനെ അവൻ കണ്ടുമുട്ടുകയാണ്. और उस गाड़ी वाले ने उसके सामने एक सौदा रखा कि एक पंख देकर 2 दीमकें ले जाओ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാളവണ്ടിക്കാരൻ നമ്മുടെ പക്ഷിക്ക് മുന്നിൽ ഒരു കരാർ ചോദിക്കുകയാണ്. നിനക്ക് 2 ചിതലിനെ തരാം, നീ എനിക്കൊരു ചിറക് തരാമോ? दोनों के बीच सौदा तय हुआ. 2 പേർക്കും ഇടയിൽ അങ്ങനെ കരാർ ഉറപ്പിക്കപ്പെട്ടു. अपने पर को तोड़ने में उसे तकलीफ होता था, लेकिन दीमकों के स्वाद के सामने वह कुछ भी नहीं था. കാളവണ്ടിക്കാരന് ഓരോ സമയത്തും ചിറകുകളെ ഇങ്ങനെ പറിച്ചെടുത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പക്ഷിക്ക് വേദനയൊക്കെ ആവുന്നുണ്ട്. ചിതലിനെ കഴിക്കുന്നതിലുള്ള സ്വാദിന് മുന്നിൽ അത് ഒന്നുമല്ലായിരുന്നു.
പിതാനെ ഉസെ ബഹു സംസാനെ കി കോശിഷ് കി. തന്റെ പിതാവ്, പക്ഷിയുടെ പിതാവ് ആ പക്ഷിയെ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. ലേക്കിൻ വഹ് ഉൻകി ബാത് നഹി മാനി. പക്ഷെ പിതാവിന്റെ വാക്കുകളെ അവൻ ധിക്കരിച്ചു കളഞ്ഞു, അവഗണിച്ചു കളഞ്ഞു. ക്യോങ്കി അബ് ഉസെ ദീമക്കോ കെ അലാവ കുച്ച് അച്ഛാ നഹി ലഗ്താ ഥ. എന്താണ്, ഇപ്പോഴവന് ചിതലിനെ തിന്നുന്നതിനേക്കാൾ രസമായിട്ട് വളരെ സ്വാദുള്ളതായിട്ട് മറ്റൊന്നിനെയും തോന്നുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഐസെ ബഹുത് ദിനോം തക് ചൽത്താ രഹ. അങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഉസ്കെ പങ്കോ കി സംഖ്യ ലഗാതാർ കം ഹോത്താ രഹ. അങ്ങനെ ഓരോ തവണ ചിതലിനെ വാങ്ങി കഴിക്കുന്ന സമയത്തും പക്ഷി തന്റെ ചിറകുകൾ അരിഞ്ഞരിഞ്ഞങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ പക്ഷിയുടെ ചിറകുകളുടെ എണ്ണവും കുറഞ്ഞു വരികയാണ്. അബ് ഉസ്കെ ലിയെ ഉട്ന മുഷ്കിൽ ഹോ ഗയ. ഇപ്പോഴവന് പറക്കാനൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. കുച്ച് ദിനോ തക് ഗാഡി വാലേനെ ഉസ്കെ സാമനെ നഹി ആയ. കുറച്ചു ദിവസത്തേക്ക് കാളവണ്ടിക്കാരൻ പക്ഷിയുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടില്ല. പക്ഷി इंतजार करता रहा. फिर उसने खूब मेहनत करके जमीन से दीमक इकट्ठा करने लगा. പക്ഷി കുറച്ചൊക്കെ കാത്തിരുന്നു നോക്കി. പക്ഷേ നമ്മുടെ വണ്ടിക്കാരനെ കാണാനേ ഇല്ല. വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് പക്ഷി പിന്നെ എന്താണ് ചെയ്തത്? നിലത്തുള്ള മണ്ണിലുള്ള ചിതലുകളെയൊക്കെ പെറുക്കിക്കൂട്ടി ശേഖരിച്ചു വെക്കാൻ തുടങ്ങി. ഏക് ദിൻ ഉസ്കി മുലാഖാത്ത് ഗാഡി വാലേ സെ ഹോത്താ ഹെ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ പക്ഷിയുടെ മുന്നിലേക്ക് കാളവണ്ടിക്കാരൻ ഒരിക്കൽ കൂടി എത്തുകയാണ്. ഓർ വഹ് ഗാഡി വാലാ കെ പാസ് ജാക്കർ കഹാ കി. നമ്മുടെ പക്ഷി കാളവണ്ടിക്കാരന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, യേ ദീമക്കിൻ ലേക്കർ മുझे अपने पंख वापस कर दो. ഒരുപാട് ചിതലിനെയൊക്കെ പെറുക്കിക്കൂട്ടി തന്റെ ചിറകുകളെ തിരിച്ചു കിട്ടാനെന്ന ആവശ്യത്തോടെ വണ്ടിക്കാരനെ സമീപിച്ചിട്ടുകൊണ്ട് പക്ഷി പറയുകയാണ്, ഈ ചിതലിനെയൊക്കെ താങ്കൾ തിരിച്ചെടുത്തോളൂ, അല്ലെങ്കിൽ ഈ ചിതലിനെയൊക്കെ താങ്കൾ സ്വീകരിച്ചോളൂ, എനിക്ക് എന്റെ പഴയ ചിറകുകളെ തിരിച്ചു തരൂ. തബ് ഗാഡിവാല ഉസ്സെ കഹാ കി മേ ദീമക് കെ ബദലെ പങ്ക് ലേത്താ ഹൂ. അപ്പോ വണ്ടിക്കാരൻ പറഞ്ഞു, ഞാൻ ചിതലിന് പകരം ചിറകുകളെയാണ് വാങ്ങുന്നത്. പങ്ക് കെ ബദലെ ദീമക് നഹി. ഞാന് ചിറകുകൾ കൊടുത്തിട്ട് ചിതലിനെ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങാറില്ല. ഐസാ കഹക്കർ വഹ് ചലാ ജാത്താ ഹെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാളവണ്ടിക്കാരൻ പോവുകയാണ്. ഓർ ഏക് ദിൻ ഏക് കാലി ബില്ലി ആക്കർ ഉസ്സെ ഖാ ജാത്താ ഹെ. അങ്ങനെ വെറുതെ ഇരിക്കുന്ന, പറക്കാൻ പോലും കഴിയാതിരിക്കുന്ന പക്ഷിയെ ഒരു കരിമ്പൂച്ച വന്ന് തിന്നു കളയുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. इस कहानी में लेखक ने आजकल की युवा पीढ़ी की चित्रण किया है. നമ്മളൊരു കഥ പഠിച്ചു. എന്താണ് ആ കഥയുടെ സാരാംശം എന്ന് പഠിച്ചു. പക്ഷെ എന്താണ് ആ കഥ കൊണ്ട് അർത്ഥമാക്കുന്നത്? അതാണ് സാരാംശം എന്നുള്ളത് യഥാർത്ഥത്തിൽ. ഇതിൽ നമ്മൾക്കൊരു കാര്യം നോക്കിയാൽ മനസ്സിലാകും. സമൂഹത്തിലുള്ള ഇന്നത്തെ കാലത്തുള്ള യുവതലമുറയെ കുറിച്ചാണ് പക്ഷി എന്നുള്ള ചിത്രീകരണത്തിലൂടെ ഗജാനൻ മാധവ് മുക്തിബോധ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇസ് കഹാനിമേ ലേഖക് നെ ആജ്കൽ കി യുവ പീഡി കി ചിത്रण കിയാ ഹെ. ഇന്നത്തെ കാലത്തെ യുവതലമുറയുടെ ചിത്രീകരണമാണ് ഇവിടെ പക്ഷിയിലൂടെ കാണിച്ചിരിക്കുന്നത്. പക്ഷി യഹാം ആൽസി യുവ പീഡിക്ക് പ്രതിനിധിത്വ കർത്താ ഹെ. ഇവിടെ പക്ഷിയിലൂടെ കഥാകാരൻ അലസന്മാരായ യുവതലമുറയെയാണ് കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മടിയന്മാരായ ഒരു പുതിയ ജനസമൂഹത്തെ തന്നെയാണ് പക്ഷിയുടെ റെപ്രസെന്റേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓർ വഹ് പ്രലോഭൻ മേ ഫസ്കർ അപ്നെ അസ്തിത്വ ഖോ ബഡ്തേ ഹെ. പ്രലോഭനങ്ങളിൽ മുഴുകി പ്രലോഭനങ്ങളിൽ വീണുപോയിക്കൊണ്ട് തന്റെ അസ്തിത്വം പോലും നഷ്ടമാക്കുന്ന തരത്തിലുള്ള യുവതലമുറ. ആജ് കെ ജമാനെ കി യഹ് കഹാനി ബിൽക്കുൽ പ്രാസംഗിക് ഹെ. ഇന്നത്തെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഇന്നത്തെ ഈ ഒരു സാഹചര്യങ്ങളിൽ ഈ ഒരു കഥ തീർച്ചയായും പ്രാസംഗികമാണ്, പ്രസക്തിയുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ചോദ്യം ഒരു ഒറ്റവാക്കിൽ ഉത്തരം എഴുതുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം എന്ന് നോക്കാം. പക്ഷി ഓർ ദീമക് കിസ് വിധ കി രചന ഹെ. വിധ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് തരത്തിലുള്ള രചനയാണ്? നോവലാവാം, കവിതയാവാം, അതേപോലെ തന്നെ ലേഖനമാവാം. ഇത്തരത്തിലുള്ള ഒരുപാട് വിധകളുണ്ട്. അപ്പോൾ പക്ഷി ഓർ ദീമക് എന്ന ഈ ഒരു രചന ഏത് തരത്തിലുള്ളതാണ് എന്നാണ് ചോദിക്കുന്നത്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഉത്തരം എന്താണ്? കഹാനിയാണ്, ഒരു കഥയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് കാണാം, പക്ഷി ഓർ ദീമക് കഹാനി കി ലേഖക് കോൻ ഹെ. ലേഖക് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുത്തുകാരൻ. ഈ ഒരു കഥ എഴുതിയത് ആരാണ് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു, നമ്മൾ ആവർത്തിച്ച് പറയുന്നൊരു പേരാണ് മുക്തിബോധ്. അപ്പോൾ മുക്തിബോധാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് എന്ന് ഓർമ്മിച്ച് വെക്കണം. മൂന്നാമത്തെ ചോദ്യം നിങ്ങളൊന്നുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. മുക്തിബോധ് കാ പൂര നാം ക്യാ ഹെ. എഴുതിയത് മുക്തിബോധ് ആണെന്ന് പറഞ്ഞു.
അപ്പോൾ മുക്തിബോധിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് എന്താണ് എന്നുള്ളത്, പൂരാ നാം എന്ന് പറഞ്ഞാൽ മുഴുവൻ പേര് എന്താണ് എന്നുള്ളതാണ്. ഒന്ന് ഓർത്ത് നോക്കുക. ഉത്തരം ഗജാനൻ മാധവ് മുക്തിബോധ് എന്നാണ് ആ എഴുത്തുകാരന്റെ ശരിയായ പൂർണ്ണമായ നാമം. ഇനി അടുത്തൊരു ചോദ്യത്തിന് നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്നുള്ളത് വിശേഷിപ്പിക്കാൻ പറ്റും. എന്താണ് ആ ചോദ്യം എന്ന് നോക്കാം. പക്ഷി അപ്നെ പങ്ക് ദേക്കർ ദീമക് ലേത്താ ഹെ, യഹാം പക്ഷി കാ കോൺസാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ. എന്താണ് പക്ഷിയുടെ ഏത് തരത്തിലുള്ള ഒരു മനോഭാവമാണ് തൻ്റെ ചിറകുകൾ കൊടുത്തിട്ട് ഈ ദീമക്കിനെ വാങ്ങുന്നതിലൂടെ കാണാൻ കഴിയുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതിൻ്റെ ഉത്തരം. ഇതിന്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുക യഹാം പക്ഷി കാ ആൽസി മനോഭാവ് പ്രകട് ഹോത്താ ഹെ. എന്താണ്, ഇതിൽ മടിയനായിട്ടുള്ള ഒരു സ്വഭാവമാണ്, വല്ലാത്തൊരു മടിയാണ് നമ്മൾക്ക് ഈ പക്ഷിയിൽ കാണാനായി സാധിക്കുക. വഹ് മെഹനത് കിയേ ബിന ആരാം സെ ജിന്ദഗി ബിതാനാ ചാഹ്താ ഹെ. യാതൊരു കഷ്ടപ്പാടും കൂടാതെ തന്നെ അല്ലെങ്കിൽ വളരെ എളുപ്പമുള്ള ഒന്നാക്കിയിട്ട് വളരെ സുഖിച്ചിട്ട് ജീവിതത്തിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ പക്ഷി ആഗ്രഹിക്കുന്നത്. उसके लिए वह अपने अस्तित्व खोने के लिए भी तैयार होते हैं. അങ്ങനെ സുഖമമായിട്ട് പരമസുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അസ്തിത്വം പോലും തൻ്റെ സ്വത്വം പോലും ഉപേക്ഷിക്കാനായി തയ്യാറായി മാറുന്ന പക്ഷിയെയാണ് നമ്മൾക്ക് ഈ ഒരു കഥയിലൂടെ മനസ്സിലാകുന്നത്. അതല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് ഈ ഒരു കഥയിലൂടെ. അപ്പം അത് എന്താണോ, നമ്മൾ ഈ ഒരു കഥയിലൂടെ പക്ഷിയുടെ സ്വഭാവം എന്താണോ അതാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിലൂടെ ഈ ഒരു ഉത്തരം നൽകുന്നതിലൂടെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾക്ക് വളരെ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളൊരു ചോദ്യമാണ് ഉള്ളത്. മാച്ച് ദി ഫോളോയിങ് കേട്ടിട്ടല്ലേ, ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ മാർക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഈ പക്ഷി ഓർ ദീമക്കിൻ്റെ അകത്ത് ഇത് എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷി ഓർ ദീമക് കഹാനി മേ യേ കിൻ കിൻ കാ പ്രതിനിധിത്വ കർത്തേ ഹെ മിലാൻ കരേ. മിലാൻ കരേ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുക പറഞ്ഞാൽ ചേരുംപടി ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ വാക്കുകളും ഏതൊക്കെ കാര്യങ്ങളെയാണ് പ്രതിനിധിത്വ കർത്തഹി, ഏതൊക്കെ കാര്യത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതിനെ നമ്മളൊന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. 2 കള്ളി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കള്ളിയിൽ എന്താണുള്ളത്, ഗാഡിവാല വണ്ടിക്കാരൻ, പക്ഷി, ദീമക്, ദീമക് എന്നാൽ ചിതലാണ്, മറന്നു പോകരുത്, പങ്ക് ചിറക്, ബില്ലി, ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ച. ഇനി രണ്ടാമത്തെ കോളത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത്, യുവ പീഡി നൗജവാൻ. എന്താണ് യുവ പീഡി എന്ന് പറഞ്ഞാൽ എന്താണ്, പുതുതലമുറ, നൗജവാൻ എന്നൊക്കെ പറഞ്ഞാൽ യുവത്വം, അതായത് പുതിയ തലമുറയിലുള്ള ആളുകളെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രലോഭൻ, പ്രലോഭൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രലോഭനം എന്നത് നമ്മൾ സാധാരണയായിട്ട് മലയാളത്തിൽ പറയുന്ന ഒരു പദം തന്നെയാണ്. ശോഷക്, ശോഷക് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് ശോഷക് എന്ന് പറയാം. വ്യാപാരി, വ്യാപാരി എന്ന് പറഞ്ഞാൽ മലയാളത്തിലും വ്യാപാരി തന്നെയാണ്. അസ്തിത്വം, അസ്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉറപ്പ്, അസ്തിത്വം എന്ന് തന്നെയാണ് നമ്മൾ സാധാരണയായിട്ട് മലയാളത്തിലും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾക്ക് ചേരുംപടി ചേർത്ത് കൊടുക്കാം, എങ്ങനെ നമ്മൾക്ക് യോജിപ്പിച്ച് കൊടുക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കാൻ പോകേണ്ടത്. ആദ്യം ഈ ഒരു ചോദ്യം കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്കിപ്പോൾ തന്നെ ഒരു ഐഡിയ വരുന്നുണ്ടാവും. നിങ്ങൾ ഓരോ ടേം കേൾക്കുന്ന സമയത്തും ഇതുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിൽ ഒരു ഓർമ്മ വരും. അതനുസരിച്ച് നിങ്ങൾ നോക്കുക. അതിനുശേഷം ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകിയിട്ടുള്ള ഉത്തരം കൂടി ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഇനി ഉത്തരം പരിശോധിക്കാൻ പോവുകയാണ്. ഗാഡിവാല, ഗാഡിവാലയ്ക്ക് നേരെ വരുന്ന അല്ലെങ്കിൽ യോജിപ്പിക്കേണ്ട പദം വ്യാപാരി എന്നുള്ളതാണ്. ഗാഡിവാല നമ്മളുടെ ഈ ചിതലിനെ കൊടുക്കുന്ന, അതായത് ചിറക് വാങ്ങിയിട്ട് ചിതലിനെ കൊടുക്കുന്ന വ്യാപാരി ഉണ്ടായിരുന്നു, അത് തന്നെയാണ് ഗാഡിവാല. അതേപോലെ തന്നെ പക്ഷി, പക്ഷി എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, പക്ഷി എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് യുവ പീഡി അല്ലെങ്കിൽ നവജവാൻ, പുതുതലമുറയിലെ ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ പെട്ടെന്ന് തന്നെ വീണു പോകുന്നത്, അവരുടെ അസ്തിത്വം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് പ്രലോഭനങ്ങളിലും വ്യവസായങ്ങളിലും അത്തരത്തിലുള്ള ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് പോകുന്നത് ആരാണ് ഇവിടെ ഭരിക്കുന്നത്, വ്യാപാരികളാണ്. വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ കഥയിൽ ഗാഡിവാലയാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ യുവ തലമുറയെ കുറിച്ച് പക്ഷി എന്നുള്ള ഒരു പ്രതിനിധാനമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ദീമക് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിതല് നമ്മൾ നേരത്തെ പറഞ്ഞു. ദീമക്കിന് ഇവിടെ ഒരു പ്രലോഭനം പോലെയാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വ്യാപാരികൾ പരസ്യത്തിലൂടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ടു തരും. അവസാനം എന്താണ് സംഭവിക്കുന്നത്, നമ്മൾക്ക് തന്നെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ അല്ലെങ്കിൽ നമ്മൾക്ക് വല്ലാത്തൊരു അഡിക്റ്റായി പോകും നമ്മൾ.
അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദീമക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടിമകളായി മാറുന്നു. നമ്മൾ വ്യാപാരികൾ എന്തെങ്കിലും ഒന്ന് തരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ അടിമകളായി മാറിപ്പോകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളെയാണ് ദീമക് എന്നാൽ നമ്മൾ യോജിപ്പിക്കേണ്ടത് പ്രലോഭൻ എന്നുള്ള പദവുമായിട്ടാണ്. പങ്ക് തൂവൽ എന്നുള്ള അതിന് നേരെ നമ്മൾ പ്രയോഗിക്കേണ്ടത് അസ്തിത്വമാണ്. അതായത് പക്ഷി കഥയിൽ നമ്മൾക്ക് കാണാം, പക്ഷി തൻ്റെ തൂവലുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം എന്ത് ചെയ്യാൻ പറ്റാണ്? ചിതലിന് വേണ്ടി തൂവല് കൊടുത്തിട്ട് അവസാനം സ്വയം പറക്കാൻ പോലും പറ്റാതെ പക്ഷി മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അതായത് തൻ്റെ അസ്തിത്വം പോലും പക്ഷി നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് അസ്തിത്വം എന്നുള്ളതിനെ ആ ഒരു നേരെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ച ഇവിടെ എന്തായിട്ടാണ്? ശോഷക് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾ നേരെ ഒന്ന് ബന്ധിപ്പിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ കുറിച്ച് വെച്ചിട്ടുള്ള, നിങ്ങൾ പൂരിപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ടേബിൾ ഒന്ന് നോക്കിക്കേ. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കഥയുടെ സാരം തന്നെ മനസ്സിലായിട്ടുണ്ടാകും. നമ്മളിപ്പം ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചോദ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. വളരെ 1, 2 മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതേപോലെ തന്നെ നമ്മൾ നഷ്ടപ്പെടുത്താനും സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ, നല്ലൊരു A+ ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും ഒഴിവാക്കരുത്. നമ്മൾക്ക് എളുപ്പമുള്ളതായി തോന്നും, പക്ഷേ അശ്രദ്ധ മൂലം നമ്മൾക്ക് ഇത്തരത്തിലുള്ള മാർക്കുകളൊന്നും മിസ്സായി പോവാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു കഥ പഠിക്കുകയാണ്, അല്ലെങ്കിൽ കവിത പഠിക്കുകയാണ്. അപ്പോൾ അതിനകത്തുള്ള കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ, അത് ആ ഒരു കഥയിൽ എങ്ങനെ പ്രതിഫലിച്ച് കാണുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് ഒരു കഥാപാത്ര നിരൂപണത്തിലൂടെ അല്ലെങ്കിൽ ചരിത്രഗത വിശേഷത കാണിക്കുന്നതിലൂടെ നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പക്ഷി ഓർ ദീമക് എന്ന കഥയിൽ എങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. പക്ഷിക്ക് ചരിത്രഗത വിശേഷതാओं का विश्लेषण करें, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. പക്ഷിയുടെ ചരിത്രഗത വിശേഷതകൾ എന്തൊക്കെയാണ്? ടിപ്പണിയിലേക്ക് നിങ്ങൾ ഒരു കുറിപ്പായിട്ട് എഴുതൂ എന്നാണ് പറയുന്നത്. നമുക്ക് ഉത്തരം ഒന്ന് വായിച്ചു നോക്കാം. ഇതിനും പല ഫോർമാറ്റുകളിൽ നമുക്ക് എഴുതാൻ പറ്റും. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഇതാണ്. നിങ്ങളൊന്ന് നോക്കുക. ഗജാനൻ മാധവ് മുക്തിബോധ് ദ്വാര ലിഖാ ഗയ പ്രസിദ്ധ കഹാനി ഹെ പക്ഷി ഓർ ദീമക്. ഗജാനൻ മാധവ് മുക്തിബോധ് എന്ന സാഹിത്യകാരൻ എഴുതിയ പ്രസിദ്ധമായ കഥയാണ് പക്ഷി ഓർ ദീമക്. ഇസ് കഹാനി കാ മുഖ്യ പാത്ര ഹെ നൗജവാൻ പക്ഷി. ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രമാണ് അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമാണ് യുവാവായ പക്ഷി അല്ലെങ്കിൽ ചെറുപ്പക്കാരനായ പക്ഷി. വഹ് ബഹുത് ആലസി ഹെ, അവൻ വല്ലാത്തൊരു മടിയനാണ്. വഹ് മെഹനത് കിയേ ബിന ആരാം സെ ജിന്ദഗി ബിതാന ചാഹ്താ ഹെ, അവൻ അധ്വാനമൊന്നും കൂടാതെ വളരെ സുഗമമായിട്ട് സുഖിച്ച് ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇസ്ലിയെ വഹ് ജൽദ് ഹി ഗാഡി വാലേക്ക് ബാത് മാൻതേ ഹെ, അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ വണ്ടിക്കാരൻ്റെ അല്ലെങ്കിൽ വ്യാപാരിയുടെ പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ പെട്ടെന്ന് തന്നെ അംഗീകരിക്കുന്നു. അവർ പങ്ക് ദേനെ കോ തയ്യാർ ഹോ ജാത്തെ ഹേ, അങ്ങനെ അവന് ചിതലിനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളത് നമ്മൾ ഉത്തരത്തിൽ പറയുന്നില്ല, എങ്കിലും അതാണ് നമ്മൾ ആ ഒരു കോണ്ടാക്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ജീവിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉള്ളതോടുകൂടിയിട്ട് പക്ഷി എന്താണ് ചെയ്യുന്നത്? തൻ്റെ ചിറകുകളൊക്കെ അങ്ങനെ അരിഞ്ഞിങ്ങനെ കൊടുക്കുകയാണ് വണ്ടിക്കാരന് വേണ്ടിയിട്ട്. അപ്പനെ പങ്ക് നിക്കാൽക്കർ ദേനേമേ ഉസേ ബഹുത് ദർദ് ഹോത്താ ഥ. പക്ഷെ എന്താണ്, ഓരോ ചിറകുകൾ ഇങ്ങനെ പറിച്ചു കൊടുക്കുന്ന സമയത്തും അവന് വല്ലാത്തൊരു വേദനയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ശരീരത്തില്. ലേക്കിൻ ദീമകോं के स्वाद के सामने वह दर्द उसके लिए कुछ भी नहीं था. എന്താണ്, ദീമക്കിന്റെ സ്വാദിന് മുമ്പിൽ അല്ലെങ്കിൽ ചിതലിനെ കഴിക്കുന്നതിലുള്ള ആ ഒരു സ്വാദിന് മുന്നിൽ അത്തരത്തിലുള്ള വേദനകളൊന്നും അവൻ്റെ പ്രശ്നമായിട്ടേ തോന്നിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ്, മുക്തിബോധിന്റെ ഒരു രചനയാണ് നമ്മുടെ പക്ഷി ഓർ ദീമക് എന്ന കഥ എന്ന് പറഞ്ഞു. ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണെന്ന് പറഞ്ഞു? നൗജവാൻ പക്ഷിയാണ്. നൗജവാൻ പക്ഷിയുടെ ആ ഒരു സ്വഭാവം, ആ ഒരു ശീലം എന്തായിരുന്നു, അതിനെക്കുറിച്ച് വളരെ ചെറിയ ഒരു രൂപത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോകുന്ന സമയത്താണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ കഥാപാത്ര നിരൂപണത്തെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നത്. വഹ് കിസി കി ബാത് നഹി സുൻതേ ഥേ, അവൻ ആര് പറയുന്നതും കേൾക്കാറില്ലായിരുന്നു. നമ്മുടെ പക്ഷി വല്ലാത്തൊരു ധിക്കാരിയാണ്. ആരും പറയുന്നത് കേൾക്കില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന ഒരാളായിരുന്നു. അപ്പനെ പിതാക്കെ മന കർണേക്കെ ഭാവജോത് ഭി ഉസ്നെ പങ്ക് ദേക്കർ ദീമകേം ഖരീദി. തൻ്റെ അച്ഛൻ അത് പറഞ്ഞു. എന്താണ്, ഈ ദീമക്കിനെ ഒന്നും വാങ്ങി കഴിക്കുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അതിനെ ഒന്നും വകവെക്കാതെ നമ്മുടെ പക്ഷി ആ ചിതലിനെ അങ്ങനെ വാങ്ങി കഴിച്ചുകൊണ്ടേയിരുന്നു.
अगर वह अपने पिता की बात मान लिया होता तो उसे अपनी जान खोने की नौबत नहीं आती थी. എന്താണ് പറയുന്നത്? ഒരു പക്ഷേ അവൻ അവന്റെ അച്ഛനെ ശ്രദ്ധിച്ച് കേട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അനുസരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവന്റെ ജീവനൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു. യഹാം പക്ഷി കി ഘമണ്ഡ് ഔർ ബേവ്കൂഫി വാല സ്വഭാവ് ദേഖ്നെ കോ മിൽത്തെ ഹെ. ഇവിടെ എന്താണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്? പക്ഷിയിലുള്ള അഹങ്കാരവും അവന്റെ ബുദ്ധിശൂന്യതയുമാണ്. अपनी बेवकूफ़ी और आलसी स्वभाव की वजह से उसे अपने अस्तित्व खोने पड़ते हैं. അവന്റെ അഹങ്കാരം നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിശൂന്യമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ടും സ്വഭാവം കൊണ്ടും അവന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുത്തേണ്ടതായി അവസാനം വന്നിരിക്കുന്നു. सब कुछ खोने पर उसे अपनी गलती समझ में आते हैं लेकिन तब तक उसका अस्तित्व नष्ट हो चुका था. എല്ലാ കാര്യങ്ങൾക്കും ശേഷം മാത്രമേ അവന് തന്റെ തെറ്റ് മനസ്സിലായുള്ളൂ. പക്ഷേ അപ്പോഴേക്കും അവന്റെ അസ്തിത്വം തന്നെ അവന് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇത്രയാണ് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണം ചരിത്രകഥ വിശേഷതയിൽ. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ഈ ഒരു കഥയെക്കുറിച്ച് ചുരുക്കിയൊന്ന് വിശദീകരിച്ചു, ആരാണ് എഴുതിയതെന്നൊക്കെ പറഞ്ഞു. പിന്നെ പക്ഷിയുടെ ഒരു മൂല സ്വഭാവം എന്താണ്, അടിസ്ഥാനപരമായിട്ട് പക്ഷിയുടെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ പക്ഷിക്ക് ഇത്തരത്തിലുള്ള അഹങ്കാരം മൂലം വന്നിട്ടുണ്ടായിരുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളുടെ കാരണമായി വന്നിട്ടുള്ള അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ കഥാപാത്ര നിരൂപണം നമ്മൾക്ക് ഇങ്ങനെയും എഴുതാം, ഇതൊരു നല്ലൊരു ഫോർമാറ്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ചോദ്യമാണ്, നമ്മൾ പഠിക്കുന്നത് കവിതയാവട്ടെ അല്ലെങ്കിൽ കഥയാവട്ടെ അതിന് എത്രമാത്രം സോഷ്യൽ റെലവൻസ് ഉണ്ട് അല്ലെങ്കിൽ സാമാജിക് പ്രാസംഗികത, സാമൂഹ്യ പ്രസക്തി ഉണ്ട് എന്നുള്ളത്. ഇവിടെ നമ്മൾ പക്ഷി ഓർ ദീമക് എന്നുള്ള കഥയാണ് ചർച്ച ചെയ്യുന്നത്. ചോദ്യം നോക്കുക, പക്ഷി ഓർ ദീമക് കഹാനിക്ക് പ്രാസംഗികത പർ ലേഖ് ലിഖേ. പക്ഷിയും ചിതലും എന്നുള്ള ഈ ഒരു കഥയുടെ സാമാജിക് പ്രാസംഗികതയെക്കുറിച്ച് ഒരു ലേഖ് ലിഖേ എന്ന് പറഞ്ഞാൽ ഒരു കുറിപ്പ് എഴുതുക അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുക എന്നുള്ളതാണ്. ഗജാനൻ മാധവ് മുക്തിബോധ് ദ്വാര ലിഖാ ഗയ ഏക് പ്രസിദ്ധ കഹാനി ഹെ പക്ഷി ഓർ ദീമക്. ഗജാനൻ മാധവ് മുക്തിബോധ് എന്ന സാഹിത്യകാരനാൽ എഴുതപ്പെട്ട വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ് പക്ഷി ഓർ ദീമക് അഥവാ പക്ഷിയും ചിതലും. ഇസ് കഹാനി മേ, ഈ കഥയിൽ एक नौजवान पक्षी अपना पंख देकर दीमक खरीद कर खाने लगता है. ഈ കഥയിൽ ഒരു ചെറുപ്പക്കാരനായ യുവാവായ പക്ഷി തന്റെ തൂവലുകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചിതലുകളെ വാങ്ങി കഴിക്കാനായി തുടങ്ങുകയാണ്. अपने पिता के मना करने के बावजूद भी उसने ऐसा ही किया. തന്റെ പിതാവിന്റെ എതിർപ്പുകൾ തുടർന്നിട്ട് പോലും അവൻ ആ ഒരു ശീലം മാറ്റാനായി തുനിഞ്ഞില്ല. अंत में वह अपना सारा पंख खो बैठते हैं और उड़ नहीं पाते हैं. അവസാനം ചിറകുകൾ തൂവലുകളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പക്ഷിക്ക് പറക്കാൻ പോലും ആവാത്ത ഒരു സ്ഥിതിയായി വന്നു. कुछ दिनों तक गाड़ी वाले ने उसके सामने न आया. കുറച്ച് ദിവസത്തേക്ക് തനിക്ക് ചിതലുകളെ നൽകിക്കൊണ്ടിരുന്ന ഗാഡി വാളിനെ ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷനാവുന്നു. കുറച്ച് ദിവസത്തേക്ക് ആ ഒരു വണ്ടിക്കാരനെ പക്ഷിക്ക് കാണാനായി സാധിക്കുന്നില്ല. तो उसने दीमकों को इकट्ठा करके उसके बदले गाड़ी वाले से अपना पंख वापस मांगता है. എന്താണ് അവസാനം ചെയ്യുന്നത്? വണ്ടിക്കാരനെ കാണാതാവുന്നതോട് കൂടിയിട്ട് തൻ്റെ മുന്നിലുള്ള ഒരുപാട് ചിതലുകളെ എല്ലാം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് സ്വരുക്കൂട്ടി വെച്ച് ഇതെല്ലാം വണ്ടിക്കാരനെ തിരിച്ചു നൽകാൻ മോഹിച്ചുകൊണ്ട്, തൻ്റെ ചിറകുകളെ തിരിച്ചു വാങ്ങാൻ മോഹിച്ചുകൊണ്ട് പക്ഷി അങ്ങനെ ഇരിക്കുകയാണ്. ലേക്കിൻ ഉസ്കാ വഹ് പ്രയാസ് വിഫൽ ഹോ ജാത്ത ഹെ. എങ്കിലും അവന്റെ ആ ഒരു ശ്രമം വിഫലമായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അന്തമേ ഉസേ ഏക് കാലി ബില്ലി ഖാ ജാത്ത ഹെ. അവസാനമായിട്ട് ഒരു കരിമ്പൂച്ച വന്നിട്ട് ആ ഒരു പക്ഷിയെ കടിച്ചു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊന്നു തിന്നുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു പാരഗ്രാഫാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ പ്രത്യേകിച്ച് സാമാജിക് പ്രാസംഗികതയല്ല കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കഥയുടെ ഒരു ചുരുക്ക രൂപമാണ്. നമ്മൾക്കെല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു മോഡലാണിത്. ആദ്യം തന്നെ കഥയുടെ ഒരു ചുരുക്ക രൂപം വിശദീകരിക്കുക, അതിനുശേഷം അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിലായിട്ട് നമ്മൾക്ക് കഥയുടെ സാമാജിക് പ്രാസംഗികത അല്ലെങ്കിൽ സാമൂഹിക പ്രസക്തി വിശദീകരിച്ചു കൊടുക്കാം. ഇതൊന്ന് നോക്കുക. മുക്തിബോധ് ഇസ് കഹാനി മേ വർത്തമാൻ വാസ്തവികത കി ചിത്रण किया है. മുക്തിബോധ് ഈ ഒരു കഥയിലൂടെ ആധുനിക കാലത്തെ അല്ലെങ്കിൽ വർത്തമാന കാലത്തെ വലിയൊരു സത്യത്തെ തന്നെയാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്, ഒരു ചിത്രീകരണമായിട്ട് നൽകിയിരിക്കുന്നത്. യഹാ നൗജവാൻ പക്ഷി ആജ്കൽ കി ആൽസി യുവ പീഡി കാ പ്രതിനിധിത്വ കർത്താ ഹെ. വർത്തമാന കാലത്തിലെ അലസന്മാരായിട്ടുള്ള പുതുതലമുറയിലെ കുട്ടികളെയും യുവാക്കളെയുമെല്ലാം
റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷിയെ ഈ ഒരു കഥയിലെ നമ്മുടെ മുക്തിബോധ് ഉപയോഗിച്ചിട്ടുള്ളത്. ജോ അപ്നി സംസ്കൃതി പരമ്പരാക്കോ ഛോഡ്കർ ആധുനികത കെ പീച്ചെ ഭാഗ്താ ഹെ. ആരാണോ അവർ, നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ പലപ്പോഴും നമ്മുടെ സ്വന്തം സംസ്കാരത്തെയും അതുപോലെ തന്നെ പരമ്പരകളെയും എല്ലാം നിഷേധിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ആധുനികതയുടെ പിന്നിലേക്ക് ഓടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രലോഭന്മേം ഫസ് ജാത്ത ഹേ. പലപ്പോഴും വില കൂടിയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആകർഷകമായിട്ടുള്ള പ്രലോഭനങ്ങളിൽ വീണു പോകുന്നവരുമാണ് നമ്മുടെ യുവാപീഠിയിലെ പുതിയ തലമുറയിലെ കുട്ടികളും യുവാക്കളും. യഹാ ഗാഡിവാല വ്യാപാരി ആജ് കൽ കെ കോർപ്പറേറ്റ് ദുനിയാ കി പ്രതീക് ഹെ. ഇവിടെ ഒരു പ്രതീകം, ഒരു റെപ്രസെന്റേഷൻ കൂടി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഗാഡിവാല അല്ലെങ്കിൽ വ്യാപാരിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അത് ഇന്നത്തെ കാലത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികളെയും മുതലാളിമാരെയുമാണ് സൂചിപ്പിക്കുന്നത്. ജോ വിജ്ഞാപൻ രൂപി പ്രലോഭൻ കെ സരിയെ ഹമേ ലൂട്ട്തെ ഹേ. എങ്ങനെയാണ് അത്തരത്തിലുള്ള മുതലാളിമാർ ചെയ്യുന്നത്? വലിയ വലിയ പരസ്യങ്ങളുടെ രൂപത്തിലൊക്കെ പ്രലോഭനങ്ങളിൽ നമ്മെ വീഴ്ത്തിക്കളയുന്നു, കൊള്ളയടിച്ച് കളയുന്നു. ലൂട്ട്ന എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. ഓർ ജവാൻ ലോഗ് ജോ മെഹനത് കർണേ കോ തയ്യാർ നഹി ഹേ. പിന്നെയോ നമ്മുടെ യുവാക്കളായിട്ടുള്ള ആളുകൾക്കൊന്നും ഇപ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുക്കാനൊന്നും വലിയ താല്പര്യമേ ഇല്ല. അവരിത്തരത്തിലുള്ള പരസ്യങ്ങളിലും പ്രലോഭനങ്ങളിലെല്ലാം പെട്ടെന്ന് തന്നെ വീണു പോവുകയും ചെയ്യുന്നു. ഇസ് കഹാനി മേ ഹമേ നയി പീഡി और പുരാനി പീഡി കെ ബീച്ച് കി ദരാർ ദേഖ്നെ കോ മിൽത്തെ ഹെ. എന്താണ് ഈ ഒരു കഥയിലൂടെ നമ്മൾക്ക് വലിയൊരു ഗ്യാപ്പ്, വലിയൊരു ഡിഫറൻസ് തന്നെ, വലിയൊരു വ്യത്യാസം തന്നെ നമ്മൾക്ക് കാണാനായി സാധിക്കും. ആര് തമ്മിൽ? പഴയ ഒരു തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം തന്നെ നമുക്ക് ഇവിടെ കാണാനായി സാധിക്കും. പഴയ തലമുറയിലുള്ള നമ്മുടെ പക്ഷിയുടെ അച്ഛൻ, നമ്മുടെ പിതാവൊക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു തലത്തിൽ വരുന്ന ആളാണ്. നമ്മുടെ പക്ഷി ഇവിടെ പുതിയ തലമുറയുടെ ഒരു പ്രതീകവുമാണ്. യഹാം പക്ഷി അപ്നെ സ്വാഭാവിക് ആഹാർ കോ ഛോഡ്കർ ദീമക് കെ പീച്ചെ ജാത്തെ ഹെ. ഇവിടെ നമ്മുടെ പക്ഷി, യുവാവായ പക്ഷി തൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആഹാരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ദീമക്കിന് പിന്നിൽ അല്ലെങ്കിൽ പുതിയ ഒരു ആഹാരത്തിന് പിന്നിൽ ഓടുകയാണ് ചെയ്യുന്നത്. അതിന് പിറകെ വല്ലാത്തൊരു പ്രലോഭനങ്ങളിൽ എന്ന പോലെ പിന്നിലേക്ക് ഇങ്ങനെ പായുകയാണ് ചെയ്യുന്നത്. വൈസെ ആജ് കൽ ഹം ഭി ഫാസ്റ്റ് ഫുഡ് കെ പീച്ചെ ഭാഗ് രഹേ ഹേ. എങ്ങനെയാന്നാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവാക്കളും കുട്ടികളും ഒക്കെ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡിന്റെ പിറകെ ഇങ്ങനെ ഓടുകയാണല്ലോ. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പക്ഷി ചിതലിന്റെ പിറകെ പായുന്നത്. ഇസ്ലിയെ യഹ് കഹാനി ആജ് ബി ബഹുത് പ്രാസംഗിക് ഹെ. ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്കിടയിലും നമ്മുടെ യുവാക്കൾക്കിടയിലും ഒക്കെ ഇപ്പോഴും ഒരു ശീലമായതുകൊണ്ട് തന്നെ, നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു കഥ ഇപ്പോഴും വല്ലാത്ത രീതിയിൽ പ്രസക്തിയുള്ളതാണ് എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. നമ്മൾ ഈ ഒരു കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സാമാജിക പ്രാസംഗികത തിരിച്ചറിഞ്ഞത്? നമ്മുടെ കഥയിലെ ഓരോ കഥാപാത്രങ്ങളെയും നമ്മുടെ ആധുനിക സമൂഹത്തിലെ ജീവജാലങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും മനുഷ്യരുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് എവിടെയോ നമ്മൾക്കൊരു സാമ്യം കാണാനായി സാധിക്കുന്നു. ഈ ഒരു സാമ്യത്തെ കണ്ടെത്തുന്നതാണ് നമ്മുടെ സാമാജിക പ്രാസംഗികത കണ്ടെത്തുന്നതിലുള്ള ഏറ്റവും വലിയ ഒരു ഘടകമെന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാമ്യം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു കഥ നമ്മൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി എന്ന് തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പട്കഥ അല്ലെങ്കിൽ തിരക്കഥ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നൊക്കെ പറയും. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് TV എന്നൊരു പാഠം. TV-യിൽ നമ്മൾ എങ്ങനെയാണ് തിരക്കഥ എഴുതുന്നത്, പട്കഥ എഴുതുന്നത് എന്നൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും നമ്മൾക്ക് എല്ലാവർക്കും നന്നായിട്ട് തിരക്കഥ അല്ലെങ്കിൽ പട്കഥ എഴുതാൻ അറിയണം. ഏതായാലും നമ്മൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഏത് പാഠത്തിൽ നിന്നാണ് പട്കഥ വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റുള്ള പാഠഭാഗങ്ങളിൽ നിന്നൊക്കെ പട്കഥ എഴുതാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും നമ്മൾ പക്ഷി ഓർ ദീമക് എന്നുള്ള കഥയിലെ ചെറിയൊരു രംഗം മാത്രം എടുത്ത് പരിശോധിക്കുകയാണ്. അതിന് നമ്മൾക്ക് എങ്ങനെ ഒരു തിരക്കഥാ രൂപത്തിലാക്കാൻ പറ്റുമെന്നുള്ളത്. ഏതായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. പക്ഷി ഓർ ദീമക് കഹാനി കെ ഘടനാओं के आधार पर पटकथा लिखे. പക്ഷി और ദീമക് എന്ന കഥയിലെ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചില രംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു തിരക്കഥ എഴുതൂ എന്നാണ് പറയുന്നത്. ഇതിന് നമ്മൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. നമ്മൾക്കറിയാം പട്കഥ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ടൊരു കഥയോ ഒരു പാരഗ്രാഫോ എഴുതുന്നത് പോലെയല്ല. നമ്മൾ എങ്ങനെയാണോ ഒരു സ്ക്രീനിൽ ഒരു സിനിമ ആയിട്ടോ ഒരു ഡോക്യുമെന്ററി ആയിട്ടോ ഒക്കെ അതിനെ കാണുന്നത്, ആ രൂപത്തിൽ തന്നെ നമ്മൾക്ക് എഴുതാൻ പറ്റണം. എന്തൊക്കെ ഭാവങ്ങളാണ് നമ്മുടെ ഡയലോഗിൽ വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ തെളിഞ്ഞ് കാണുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു പക്ഷി ഓർ ദീമക് എന്നുള്ള കഥയിലെ ഒരു രംഗത്തെ നമ്മൾ സമീപിക്കുന്നതെന്ന് നോക്കാം.
ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ വണ്ടിക്കാരനും അല്ലെങ്കിൽ വ്യാപാരിയും നമ്മുടെ പക്ഷിയും നടക്കുന്ന ഒരു സംഭാഷണത്തിന്റെ ആ ഒരു രംഗമാണ്. പക്ഷി തൂവല് കൊടുത്തിട്ട് ദീമക്കിനെ വാങ്ങുന്നുണ്ടല്ലോ, നമ്മുടെ ചിതലിനെ വാങ്ങുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു രംഗം നമ്മൾക്ക് എങ്ങനെ ഒരു പട്കഥാ രൂപത്തിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി ഉത്തരം എഴുതിയതൊന്ന് ശ്രദ്ധിക്കാം. പക്ഷി ഓർ ദീമക് എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് നിങ്ങൾ കാണാം ദൃശ്യ 1, ദൃശ്യ 1, ഒന്നാമത്തെ ദൃശ്യമാണ്. അപ്പോൾ പ്രത്യേകം ടൈറ്റിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഏത് ദൃശ്യമാണ്? ഒന്നാമത്തെ ദൃശ്യമാണെങ്കിൽ ഒന്നാമത്തത്. അതിനനുസരിച്ച് ദൃശ്യം മാറുന്നതിനനുസരിച്ച് നിങ്ങൾ ചെറിയ ടൈറ്റിൽ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൃശ്യം 1 എന്താണ് കാണുന്നത്? സുബഹ് കാ സമയ് നൗജവാൻ പക്ഷി പേട് കെ ഡാൽ പർ ബൈഠാ ഥ. ഒരു പ്രഭാത കാലമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു യുവാവായ പക്ഷി ഒരു മരത്തിന്റെ ശിഖരത്തിൽ അങ്ങനെ ഇരിക്കുന്നു. ഗാഡിവാല സഡക് സേ ബൈൽഗാഡി ലേക്കർ ആത്താ ഹെ. ഒരു കാളവണ്ടിക്കാരൻ ഇങ്ങനെ റോഡിലൂടെ കാളവണ്ടിയുമായിട്ട് വരികയാണ്. ഗാഡി മേ ദീമകേങ്കെ ബഡേ ബഡേ ബോരെ പടേ ഹെ. കാളവണ്ടിയില് ദീമക്കിന്റെ ചിതലുകളുടെ വലിയ വലിയ ചാക്കുകൾ കെട്ടി നിറച്ചിട്ടുണ്ട്. ഗാഡിവാല ചില്ലാത്താ ഹുവ ആ രഹാ ഹെ. വണ്ടിക്കാരൻ ഉച്ചത്തിൽ ബഹളം വെച്ചുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആദ്യം സ്ക്രീനിൽ എന്തൊക്കെയാണ് അതിന്റെ ഒരു രംഗം നിങ്ങൾ കാണുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ഡയലോഗൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഏത് ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നത്, അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിനകത്ത് വരേണ്ടത് എന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ നേരെ ഡയലോഗിലേക്ക് പോവുകയാണ്. ഗാഡിവാല, ആദ്യമായിട്ട് ഗാഡിവാലയുടെ ഒരു സംസാരമാണ് കാണുന്നത്. ഗാഡിവാല, ദീമക്കേൻ ലേലോ ദീമക്കേൻ ലേലോ. ചിതലിനെ വേണോ ചിതലിനെ വേണോ എന്നുള്ളത് ഉച്ചത്തിൽ അങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ കാളവണ്ടിക്കാരൻ. പക്ഷി, അടുത്ത ഡയലോഗ് പക്ഷിയാണ് പറയുന്നത്. അരേ ഓ ഗാഡിവാലേ, മുझे ദീമക് ചാഹിയേ, കിത്തനെ കാ ഹേ യേ? ഹേ വണ്ടിക്കാരാ, എനിക്ക് വേണം ഈ ചിതലിനെയൊക്കെ എനിക്ക് വേണം. എത്ര രൂപയാണ് ഈ ചിതലിനൊക്കെ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് പക്ഷി. അപ്പൊ ആ ഒരു ഭാവത്ത് തന്നെ നമ്മൾ എഴുതണം. ഈ ഒരു ഭാവത്തിൽ നമ്മൾ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കൊടുക്കാം, വളരെ ഉത്സാഹത്തോടെ, അല്ലെങ്കിൽ ആ തരത്തിൽ ആ ഡയലോഗിൽ വരാൻ പോകുന്ന ആ ഒരു ഭാവം, ആ ഒരു മൂഡ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഗാഡിവാല മറുപടി പറയാണ്. ഗാഡിവാല, ഏക് പങ്ക് ദോ ഔർ ദോ ദീമക്കേൻ ലോ. അതായത് ഒരു തൂവൽ തന്നു കഴിഞ്ഞാൽ 2 ചിതലിനെ തരാം എന്ന് പറയാണ്. പക്ഷി, പങ്ക്, ചിറകോ? പക്ഷി ചോദിക്കുകയാണ്. ഗാഡിവാല, ഹാ പങ്ക്, അഗർ തുമേ ദീമക് ചാഹിയെ തോ പങ്ക് ദേനാ പടേഗ. നിനക്ക് ചിതലിനെ വേണമെങ്കിൽ എന്തായാലും തൂവല് തരേണ്ടി വരും. നഹീ തോ മേ ജാ രഹാ ഹൂം, അല്ലെങ്കിൽ ഞാൻ പോകുന്നു. മുझे ബാസാർ മേ ജാനാ ഹെ, എനിക്ക് അങ്ങാടിയിൽ പോകാനുള്ളതാണ്, എനിക്ക് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ പറയൂ എന്നുള്ളതാണ് നമ്മുടെ വണ്ടിക്കാരൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ഡയലോഗൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു കഥയിൽ അല്ലെങ്കിൽ ഒരു കുറിപ്പിലൊന്നും കാണുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കില്ല. നമ്മൾ സാധാരണയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഏത് ലാംഗ്വേജിലാണോ, സാധാരണയായിട്ട് ബോൾചാൽ ഹിന്ദി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് സ്പീക്കിംഗ് ലാംഗ്വേജിലാണ് നമ്മൾ ഇത് എഴുതാൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നോക്കേണ്ടത്. പക്ഷിയുടെ പാർട്ട് വരികയാണ്. ജറാ രുക്കി, ഒന്ന് നിൽക്കൂ. മുझे ദീമക് ബഹുത് പസന്ത് ഹെ. എനിക്ക് ദീമക് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. ഏ ലോ പങ്ക്, ഇതാ എടുത്തോളൂ എന്റെ ചിറകുകൾ, അല്ലെങ്കിൽ എന്റെ തൂവലുകളൊക്കെ എടുത്തോളൂ. ഓർ മുझे ദീമക് ദേദോ, എനിക്ക് എന്തായാലും ദീമക് വേണം, അല്ലെങ്കിൽ ദീമക് കിട്ടിയാൽ മതി, എനിക്ക് ചിറക് തരുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് ആര് പറയാണ്? പക്ഷി പറയാണ്. പക്ഷി ബഡി കഠിനായി സെ അപ്നെ പർ തോഡ് കർ ദേത്തെ ഹെ. പക്ഷി എന്താണ്, വളരെ കഷ്ടപ്പാടോട് കൂടിയിട്ട്, വളരെ വേദനയോട് കൂടിയിട്ട് തന്റെ ശരീരത്തിൽ നിന്ന് ഒരു തൂവൽ അടർത്തി മാറ്റി കൊടുക്കുകയാണ്, ചിറകുകളൊക്കെ അടർത്തി മാറ്റി കൊടുക്കുകയാണ്. അപ്പൊ ഈ അടർത്തി മാറ്റി കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ബ്രാക്കറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾക്ക് ഒരു ഡയലോഗിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, നിങ്ങൾക്ക് കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യത്തിന് പ്രാധാന്യം നൽകുന്ന കാര്യങ്ങളൊക്കെ, ലൈക്ക് ആക്ഷന് പ്രാധാന്യം നൽകുന്നതൊക്കെ നമ്മൾ ബ്രാക്കറ്റിലാണ് കൊടുക്കുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഗാഡിവാല, യേ ലോ ഫിർ മിൽത്തെ ഹെ. എന്നാ ഇത് എടുത്തോളൂ, നമുക്ക് എന്നാ പിന്നെ കാണാം എന്ന് പറയാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ഗാഡിവാളയെ, നമ്മുടെ കാളവണ്ടിക്കാരനെ, നമ്മുടെ പക്ഷി കാണുന്ന ഒരു രംഗമാണ് നമ്മൾ വളരെ ചെറിയൊരു സീനിലൂടെ, വളരെ ചെറിയൊരു ദൃശ്യത്തിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു രംഗമാവാം, അല്ലെങ്കിൽ മറ്റനേകം രംഗങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ആവാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്രമാത്രം നിങ്ങൾ എഴുതുന്ന ആ ഒരു പട്കഥയിൽ ആ ഒരു രംഗത്തിന്റെ പ്രാധാന്യം വളരെ അധികമുണ്ട്. നിങ്ങളുടെ സ്ക്രീനിൽ എന്തുമാത്രം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ നന്നായിട്ട് എഴുതി വെക്കുക. സ്റ്റേജിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഏത് സമയത്താണ് കഥ നടക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. കൂടാതെ നിങ്ങൾ ലാംഗ്വേജ് ഒന്ന് ശ്രദ്ധിക്കുക, ഭാഷ.
നമ്മൾ ഒരിക്കലും നമ്മൾ സാധാരണയായിട്ടൊരു കഥ വായിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കുറിപ്പ് വായിക്കുന്നതോ ആയിട്ടുള്ള ലാംഗ്വേജിലല്ല എഴുതുന്നത്. സംസാര ഭാഷയിലായിരിക്കണം എഴുതുന്നത്. സാധാരണയായിട്ട് നമ്മൾ പറയാറുള്ള ലാംഗ്വേജിലായിരിക്കണം നമ്മുടെ പട്കഥ എഴുതുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, ക്ലാസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, അർത്ഥമൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്തെങ്കിലും എഴുതുന്ന സമയത്തൊക്കെ എന്തോ ഒരു മിസ്റ്റേക്ക് അങ്ങനെ കടന്നുകൂടുന്നുണ്ട്. ആ മിസ്റ്റേക്കുകൾ പലപ്പോഴും വ്യാകരണ പിശകുകൾ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ആവാനാണ് സാധ്യതകൾ കൂടുതൽ. അപ്പോൾ നമ്മൾ അതിനുള്ള ചെറിയൊരു പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ചോദ്യമല്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ തന്നിട്ടുള്ള വളരെ ചെറിയൊരു ചോദ്യത്തിലൂടെ നമ്മൾക്ക് ഗ്രാമറിന്റെ ചെറിയ വശങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് പക്ഷി ഔർ ദീമക് എന്നുള്ള ഈ ഒരു കഥ പഠിച്ചിട്ടുണ്ടല്ലോ, അതിനുശേഷം വരുന്ന ആക്ടിവിറ്റീസിലാണ് ഗ്രാമർ പാർട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇസ്പർ വിചാർ കരേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഹെഡിങ് നിങ്ങൾക്ക് കാണാം, ഒരു കള്ളിയിലൊക്കെ ആക്കിയിട്ട്. അതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. एक दिन उसके पिता ने देख लिया, उसने समझाने की कोशिश की कि बेटे दीमक हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख हरगिज नहीं दिए जा सकते. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ അടിവരയിട്ട പദങ്ങളിലേക്കാണ്. ഒന്ന് നോക്കാം ഏതൊക്കെയാണ് അടിവരയിട്ട പദങ്ങൾ. ആദ്യമായിട്ട് തന്നെ ഉസ്കെ എന്നുള്ളൊരു പദത്തിന് താഴെ വരയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഉസ്നെ എന്നുള്ളതിന് അടിവരയിട്ടിട്ടുണ്ട്. പിന്നെ ഹമാര എന്നുള്ളതിന് താഴെ ഒരു വര നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉൻകെ ലിയെ എന്നുള്ള ഭാഗത്ത് ഉൻകെ എന്ന പദത്തിന് താഴെയും ഒരു വര നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ പ്രത്യേകം പറയുന്നുണ്ട്, രേഖാങ്കിത് ശബ്ദോം പർ ധ്യാനത്തെ, അടിവരയിട്ട പദങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് താഴെ 2 ബുള്ളറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേ ശബ്ദ് കൈസെ ബനേഹെ, ഈ ശബ്ദ് അല്ലെങ്കിൽ ഈ വാക്കുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ക്യാ ഇൻകാ വിഭാജൻ സംഭവ് ഹെ തോ കൈസെ, ഇതിന്റെ വിഭാജനം അല്ലെങ്കിൽ ഇതിനെ പിരിച്ചെഴുതാൻ നമ്മൾക്ക് കഴിയുമോ, അഥവാ പിരിച്ചെഴുതാൻ കഴിയുകയാണെങ്കിൽ അത് എങ്ങനെ എഴുതാം എന്നുകൂടി ചോദിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന്റെ ഉത്തരം ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളതായിരുന്നു. അതിനുള്ള ഉത്തരം എന്താണ്? യേ ശബ്ദ് സർവനാം കെ സാത്ത് പരസർഗ് ജോഡ്നെ പർ ബൻത്തെ ഹെ, ഈ വാക്കുകളെല്ലാം സർവനാമത്തിന്റെ കൂടെ പരസർഗ് എന്ന് പറഞ്ഞാൽ സഫിക്സ്, അതെങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അത് പറയുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവുക. ഇൻ ശബ്ദോക്ക വിഭാജൻ സംഭവ് ഹേ എന്നുള്ളൊരു ഉത്തരം കാണുന്നുണ്ട്. നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വാക്കുകളൊക്കെ പിരിച്ചെഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, തീർച്ചയായും അത് സാധിക്കും. ഇസ് ശബ്ദോക്ക വിഭാജൻ സംഭവ് ഹേ, ജയ്സെ എങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണം വളരെ കൃത്യമായിരിക്കണം. ഉസ്കെ എന്നുള്ള വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? വഹ് പ്ലസ് കെ, വഹ് എന്ന് പറഞ്ഞാൽ അവൻ, അയാൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വഹ് പ്ലസ് കെ എന്ന് വരുന്ന സമയത്താണ് ഉസ്കെ എന്നുള്ള വാക്കായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ വഹ് പ്ലസ് നെ പ്രത്യയം എപ്പോഴാണ് ഉപയോഗിക്കാറുള്ളത്? ഏതെങ്കിലും ഒരു കാര്യം നടന്നു കഴിയുന്ന സമയത്ത് കഴിഞ്ഞ കാര്യങ്ങളെ ഒരാൾ ചെയ്തു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നെ പ്രത്യയം ഉപയോഗിക്കുന്നത്. അപ്പോൾ വഹ് പ്ലസ് നെ എന്ന വാക്കുകൾ കൂട്ടിച്ചേർത്ത് എഴുതുന്ന സമയത്താണ് ഉസ് നെ എന്നുള്ള ഒറ്റ പദമായിട്ട് മാറുന്നത്. ഇനി നമ്മൾക്ക് നോക്കാം ഹമാര എന്നുള്ള പദം നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്, ഞങ്ങളുടെ, നമ്മുടെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ആ വാക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹം പ്ലസ് ക, ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, നമ്മൾ എന്നൊക്കെ പറയാറുണ്ട്. ഉഡേ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ക എന്ന ആ ഒരു പ്രത്യയം കൂടി അതിനോട് കൂടി ചേരുന്ന സമയത്ത് ഹം പ്ലസ് ക ഹമാര എന്ന ഒറ്റ പദമായി മാറുന്നു. ഇനി നമ്മൾക്ക് ഉൻകെ എന്നുള്ള വാക്ക് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കാം. വേ പ്ലസ് കെ, വേ എന്ന് പറഞ്ഞാൽ അവ, അവർ എന്നൊക്കെയാണ്. വേ പ്ലസ് കെ എന്നുള്ളത് കൂടി ചേരുന്ന സമയത്ത് ഉൻകെ എന്ന പ്രയോഗമായി മാറുന്നു. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 2ാം യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററിൽ നിന്നും പരീക്ഷയോടനുബന്ധിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമുക്കാദ്യം പാഠത്തിലെ സമ്മറിയിലേക്ക് കടക്കാം. പാഠത്തിന്റെ പേരാണ് ജിസ് ഗലീമെ മേ രഹ്താഹു. യഹ് മിർസ ഗാലിബ് ദ്വാര ഉർദു മേ ലിഖാ ഗയ ഡയറി ഹെ, ഇത് മിർസ ഗാലിബ് ഉർദുവിൽ എഴുതിയ ഡയറിയാണ്. डॉक्टर कैलाश नारद ने इसको हिंदी में अनुवाद किया है. ഡോക്ടർ കൈലാഷ് നാരദ് ഈ ഡയറിയെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു.
गालिब जी ने इसमें आज़ादी के पहले आंदोलन के समय दिल्ली में हुए मारपीट के बारे में बताए हैं. ഗാലിബ് ജി ഈ ഡയറിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ദില്ലിയിലുണ്ടായ സംഘർഷത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. वे कहते हैं कि वे उस समय एक गली में रहते थे और अंग्रेजों से बचने के लिए वहां के लोगों को गली का दरवाजा बंद करना पड़ा. അദ്ദേഹം പറയുന്നു, ആ സമയത്ത് ആ തെരുവിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ ഇംഗ്ലീഷുകാരിൽ നിന്ന്, അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടുത്തെ ആളുകൾ തെരുവിന്റെ വാതിൽ അടയ്ക്കേണ്ടി വന്നു. ഓർ ഷോര ബാറൂദ് കാ പാനി പീനെ പടേ, അതുകൊണ്ട് അവർക്ക് വെടിമരുന്ന് നിറഞ്ഞ വെള്ളം നിർബന്ധിതമായി കുടിക്കേണ്ടി വന്നു. ഏക് ബാർ ഉൻകോ അപ്നെ പടോസിയോ കെ സാത്ത് ഗിരഫ്താർ കിയേ ഗയേ थे. ഒരു പ്രാവശ്യം അദ്ദേഹത്തെ തന്റെ അയൽവാസികളെ കൂടെ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തിരുന്നു. ലേക്കിൻ വേ കവി ഹോനെ കെ കാരൻ കേണൽ ബ്രൗൺ ഉൻകോ ചോട് ദിയ. പക്ഷേ അദ്ദേഹം കവി ആയതുകൊണ്ട് കേണൽ ബ്രൗൺ അദ്ദേഹത്തെ വെറുതെ വിട്ടു. ഓർ ബാക്കി സബ്കോ ബച്ചാനെ കെ ലിയെ വേ കഹ, ബാക്കിയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, कि वे लोग भी कविता लिखते हैं, അവരും കവിത എഴുതും. ऐसे कहने से उस दिन वे करीब 50 लोगों के जान बचाए थे. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ആ ദിവസം ഏകദേശം 50 ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തി. वे तो अपने जान बचा लिए, लेकिन अंग्रेज पूरे दिल्ली के बेगुनाह लोगों को कैद कर रहे थे. അദ്ദേഹം സ്വയം രക്ഷപ്പെട്ടെങ്കിലും ബ്രിട്ടീഷുകാർ ഡൽഹിയിലെ നിരപരാധികളായ ആളുകളെ മുഴുവനും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർ ബാദ് മേ മാർ ഡാൽത്തേ थे, ശേഷം കൊന്നു തള്ളുമായിരുന്നു. അംഗ്രേസോं को उस समय दिल्ली वालों को मारने में बड़ा मजा आता था. ഡൽഹിയിലെ ആളുകളെ കൊല്ലുന്നതിൽ ബ്രിട്ടീഷുകാർ വളരെയധികം സന്തോഷം കണ്ടെത്തിയിരുന്നു. इसके एक उदाहरण के रूप में दिल्ली के हाकिम अडसन साहब के क्रूर व्यवहार को हमारे सामने प्रस्तुत करते हैं. ഇതിന്റെ ഉദാഹരണമായിട്ട് ഡൽഹിയിലെ ഹാക്കിം അഡ്സൺ സാഹബിന്റെ ക്രൂരമായ സ്വഭാവത്തെക്കുറിച്ച് നമ്മുടെ മുന്നിൽ വിവരിക്കുന്നു. वह बादशाह बहादुर शाह जफर के बेटों को तथा सलामी नहीं करने से चिराग अली नामक भिश्ती को भी मार डाला था. അയാൾ ചക്രവർത്തിയായ ബഹാദൂർ ഷാ ജഫറിന്റെ മക്കളെയും അതുപോലെ തന്നെ ചിരാഗലി എന്നു പേരുള്ള തുകൽ സഞ്ചിയിൽ വെള്ളം ചുമക്കുന്ന ആളെയും കൊന്നു തള്ളിയിരുന്നു. ഉൻഹോനെ ഉൻകെ ഘർ കെ പാസ് രഹനെ വാലി എക് വിധവ മെഹറുനീസ കി മദദ് കീ ഥി. അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന മെഹറുനീസ എന്ന വിധവയെ സഹായിച്ചിരുന്നു. हीरा सिंह, शिवजी राम, उनके बेटा बाल मुकुंद और हरिगोपाल तुफ्ता आदि दोस्तों ने ഗാലിബ് ജി की मदद की थी. ഹീര സിംഗ്, ശിവജി റാം, അയാളുടെ മകനായ ബാലമുകുന്ദ്, ഹരിഗോപാൽ തുഫ്ത എന്നീ കൂട്ടുകാരാണ് അദ്ദേഹത്തെ സഹായിച്ചിരുന്നത്. उनकी दरिया दिली का शुक्रिया अदा करने के लिए उन्होंने उनके बारे में भी लिखे हैं. അവരുടെ ദാനശീലതയുള്ള നല്ല മനസ്സിന് നന്ദി അറിയിക്കാൻ വേണ്ടി അദ്ദേഹം അവരെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. आजादी के पहले आंदोलन के समय दिल्ली की स्थिति और दिल्ली वालों के दुरवस्था आदि के बारे में भी गालिब जी बहुत ही मार्मिक रूप से इस डायरी में लिखे हैं. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തുള്ള ഡൽഹിയിലെ അവസ്ഥയെക്കുറിച്ചും അതുപോലെ ഡൽഹിയിൽ താമസിക്കുന്നവരുടെ മോശമായ അവസ്ഥയെക്കുറിച്ചും വളരെ വിശദമായി ഗാലിബ് ജി തന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് 1 മാർക്കിന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ജിസ് ഗലി മേ മേ രഹ്താ ഹൂ കിസ് വിധാ കി രചന ഹെ. ജിസ് ഗലി മേ മേ രഹ്താ ഹൂ ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം ഡയറി. അടുത്ത ക്വസ്റ്റ്യൻ, ജിസ് ഗലി മേ മേ രഹ്താ ഹൂ ഡയറി കിസ്നെ ലിഖി. ജിസ് ഗലി മേ മേ രഹ്താ ഹൂ എന്ന ഡയറി ആരാണ് എഴുതിയത്? ഉത്തരം മിർസ ഗാലിബ്. അടുത്ത ക്വസ്റ്റ്യൻ, ജിസ് ഗലി മേ മേ രഹ്താ ഹൂ ഡയറി കാ അനുവാദക് കോൻ ഹെ. ജിസ് ഗലി മേ മേ രഹ്താ ഹൂ എന്ന ഡയറിയെ ഉറുദുവിൽ നിന്ന് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ഉത്തരം ഡോക്ടർ കൈലാഷ് നാരദ്. അടുത്തത് നമുക്ക് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ലോഗോं को गली का दरवाजा खोलना पड़ा क्यों? എന്തുകൊണ്ടാണ് ആളുകൾക്ക് തെരുവിലെ വാതില് തുറക്കേണ്ടി വന്നത്? क्योंकि उन्हें प्यास बर्दाश्त नहीं हुई तो परेशान लोगों ने पानी की तलाश में गली के दरवाजा खोल दिया.
എന്തുകൊണ്ടെന്നാൽ അവർക്ക് ദാഹം മാറിയിട്ടില്ല. അസ്വസ്ഥരായ ആളുകൾ വെള്ളത്തെ അന്വേഷിക്കുന്നതിനു വേണ്ടി, അതായത് വെള്ളം ലഭിക്കുന്നതിനു വേണ്ടി തെരുവിലെ വാതിൽ തുറന്നു. അടുത്തത് ഗ്രാമറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. സൂചന സംശോധൻ കർക്കേലിക്ക് തെറ്റ് തിരുത്തി എഴുതാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഗലീമേ ഘുസ്നേക്കാ സിർഫ് ഏക് ഹി രാസ്ത ഥി. തെരുവിൽ പ്രവേശിക്കുന്നതിന് കേവലം ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ആൻസർ ഗലീമേ ഘുസ്നേക്കാ സിർഫ് ഏക് ഹി രാസ്ത ഥ. ഇവിടെ രാസ്ത പുല്ലിംഗ ഏകവചനമായതുകൊണ്ട് ത എന്ന് ഉപയോഗിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. വേ പാനി കി തലാഷ് മേ ബർത്തൻ ലേക്കർ നിക്കൽ പട. അവര് വെള്ളത്തെ അന്വേഷിച്ചുകൊണ്ട് പാത്രമെടുത്ത് പുറപ്പെട്ടു. ഉത്തരം വേ പാനി കി തലാഷ് മേ ബർത്തൻ ലേക്കർ നിക്കൽ പടേ. നിക്കൽ പടേ വരാനുള്ള കാരണം വേ ബഹുവചനമാണ്, ഒരുപാട് ആളുകളുണ്ട്, അതുകൊണ്ട് നിക്കൽ പട എന്ന വാക്ക് ഉപയോഗിച്ചു. അവിടെ വഹ് ആണെങ്കിൽ, അത് ഒരാളാണെങ്കിൽ അവിടെ നിക്കൽ പട എന്നാണ് ഉപയോഗിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വഹ് പാനി ഹി ഉസ് വക്ത് ഹമാരേ ലിയെ സബ്സെ ബഡി ദൗലത് ഥി. ലേഖക് ക്യോ ऐसा कहते हैं. ഞങ്ങൾക്ക് ആ സമയം ആ വെള്ളം തന്നെ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു. എന്തുകൊണ്ടാണ് ലേഖകൻ അങ്ങനെ പറയുന്നത്? ഉത്തരം ലോക് ഭൂക്ക് ഓർ പ്യാസ് സെ തടപ്തേ രഹത്തെ थे. ആളുകൾ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഖാനെ പീനെ കാ ജിത്നാ സാമാൻ ഉൻകെ പാസ് ഥാ വഹ് സബ് ഖത്തം ഹോ ചുകാ ഥാ. അവരുടെ അടുത്തുള്ള അഥവാ അവർ കരുതിയിരുന്ന തിന്നാനും കുടിക്കാനുമുള്ള സാധനങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞിരുന്നു. ഇസ് തരഹ് തടപ്നെ വാലെ ലോഗോं के पास बारिश से मिला पानी ही एकमात्र दौलत बन गई थी. ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മഴ പെയ്തപ്പോൾ കിട്ടിയ ജലം ഒരേ ഒരു സമ്പത്തായി മാറിയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രൗണിനെ ലേഖക് കോ ക്യോ ചോട് ദിയ. എന്തുകൊണ്ടാണ് ബ്രൗൺ ലേഖകനെ വെറുതെ വിട്ടത്? ഉത്തരം ഉസ് ജമാനെ മേ സാഹിത്യകാരോं को बहुत इज्जत देते थे. ആ കാലഘട്ടത്തിൽ സാഹിത്യകാരോട് വളരെയധികം ആദരവ് കാട്ടിയിരുന്നു. ജബ് ബ്രൗൺ കോ പതാ ചല കി ലേഖക് ഏക് കവി ഹെ തബ് ബ്രൗൺ നെ ലേഖക് കോ ചോട് ദിയ. എപ്പോഴാണോ ബ്രൗണിന് ലേഖകൻ ഒരു കവിയാണെന്ന് മനസ്സിലായത്, അപ്പോൾ ബ്രൗൺ അദ്ദേഹത്തെ വെറുതെ വിട്ടു. ഇനി നമുക്ക് 4 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പരിചയപ്പെടാം. 4 മാർക്ക് ആയതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിന്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കോമൺ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഞങ്ങൾ ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങളുടെ ടീച്ചേഴ്സ് ഏത് പാറ്റേൺ ആണോ തരുന്നത് അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ നിങ്ങൾ ഇതിലുള്ള കണ്ടന്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. പാറ്റേൺ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹഡ്സൺ സാഹബിനെ അഭാഗെ ചിരാഗ് അലി കോ മാർ ദിയ. ഇസ് പർ ഏക് സമാചാർ തയ്യാർ കരെ. ഹഡ്സൺ സാഹബ് പാവപ്പെട്ട ചിരാഗ് അലിയെ കൊന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഒരു പത്രവാർത്ത തയ്യാറാക്കൂ. നിങ്ങൾ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പത്രവാർത്തയിൽ വിഷയത്തിന് അനുയോജ്യമായ ഒരു തലക്കെട്ടുണ്ടാവണം. അതുപോലെ തന്നെ സ്ഥലവും കൊടുക്കണം. ആൻസർ ഇതാണ്. അംഗ്രേസോം കെ അത്യാചാർ. ബ്രിട്ടീഷുകാരുടെ അതിക്രമം. അഭാഗെ ഭിഷ്തിക്കോ മാർ ഡാല. പാവപ്പെട്ട ഭിഷ്തിയെ കൊന്നുതള്ളി. ഇതാണ് ഈ പത്രവാർത്തയുടെ തലക്കെട്ട്. ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. ആജ്കൽ ബഡ്തേ ജാ രഹേ അംഗ്രേസോം കെ അത്യാചാർ നെ കൈ ദില്ലി വാലോം കെ ജാൻ ലേ ചുക്കേ ഹെ. ഈയിടെയായിട്ട് വർദ്ധിച്ചു വരുന്ന ബ്രിട്ടീഷുകാരുടെ അതിക്രമം കൊണ്ട് ഡൽഹിയിലുള്ള കുറെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത്യാചാർ എന്ന് പറഞ്ഞാൽ അതിക്രമം. कैद खाने और हवालातों में बेगुनाहों को टूस कर भर दिया गया है. ഖൈദ് ഖാനെ തടവറ, ഹവാലാത്ത് ലോക്കപ്പ്, ബേഗുനാഹ് നിരപരാധികൾ. അതായത് തടവറയിലും ലോക്കപ്പിലും നിരപരാധികളായ ആളുകളെ കുത്തി നിറച്ചു. ഓർ കൈ ലോഗോं को फांसी पर चढ़ा दिए है. അതുപോലെ തന്നെ കുറെ ആളുകളെ തൂക്കിലേറ്റുകയും ചെയ്തു. लगता है दिल्ली वालों को मारने में अंग्रेजों को बड़ा मजा आता है. ബ്രിട്ടീഷുകാർക്ക് ഡൽഹിയിലുള്ള ആളുകളെ കൊല്ലുക എന്നത് വളരെ വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒന്നാണെന്ന് തോന്നുന്നു. कल शाम 5 बजे मुख्य सड़क पर ऐसा ही एक दर्दनाक घटना हुआ था. എന്തെന്നാൽ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് മെയിൻ റോഡിൽ തീർത്തും വേദനാജനകമായ സംഭവം ഉണ്ടായിരുന്നു.
गली में रहने वाले चिराग अली नामक बिश्ती रोज सुबह शाम अल्लाह के गुण गाता हुआ സടക്ക് സീഞ്ചിता है. ഡൽഹിയിലെ തെരുവിൽ താമസിക്കുന്ന ചിരാഗലി എന്നു പേരുള്ള ബിഷ്തി, അതായത് തുകൽ സഞ്ചിയിൽ വെള്ളം ചുമക്കുന്ന ആള്, എന്നും ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും റോഡ് നനയ്ക്കുന്ന ജോലി ചെയ്യുന്നു. कल शाम जब दिल्ली के बड़े हाकिम अडसन साहब उस रास्ते से आया, लेकिन चिराग अली अपने काम में व्यस्त रहा. എപ്പോഴാണോ ഡൽഹിയിലെ വലിയ ഹാക്കിം അഡ്സൺ സാഹബ് അതുവഴി വന്നത്, അപ്പോഴും ചിരാഗ് അലി തന്റെ ജോലിയിൽ തിരക്കിലായിരുന്നു. വഹ് അഡ്സൺ സാഹബ് കോ സലാം നഹി കിയ, അവൻ ഹഡ്സൺ സാഹിബിനെ സല്യൂട്ട് ചെയ്തില്ല. യഹ് ദേഖ്കർ ഹഡ്സൺ സാഹബ് കോ ഗുസ്സ ആയ, ഇത് കണ്ടിട്ട് ഹഡ്സൺ സാഹിബിന് ദേഷ്യം വന്നു. ഉനോനെ അപ്നി തൽവാർ സെ അഭാഗെ ചിരാഗ് അലി കാ പേട്ട് ചീർ ഡാല, തൽവാർ വാള് ചീർ ഡാല കീറി മുറിച്ചു. അദ്ദേഹം തന്റെ വാളെടുത്ത് പാവത്താനായ ചിരാഗ് അലിയുടെ വയറ് കീറി മുറിച്ചു. ഓർ ഉസ്കി ലാഷ് ദില്ലി ദർവാസെ പർ ടാങ് ദി, എന്നിട്ട് അവന്റെ മൃതശരീരം ഡൽഹിയിലെ വാതിലിൽ തൂക്കിയിട്ടു. യഹ് വഹി അഡ്സൺ സാബ് ഹെ ജിസ്നെ ബാദ്ഷാ ബഹാദൂർ ഷാ ജഫർ കെ ദോനോ ബേട്ടോം കോ മാരാ ഥ. ഈ അഡ്സൺ സാഹിബ് തന്നെയാണ് ചക്രവർത്തിയായിരുന്ന ബഹാദൂർ ഷാ ജഫറിന്റെ 2 മക്കളെയും കൊന്നിരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാനി കെ ബിന ജീന അസാധ്യ ഹെ, വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആനെ വാലി പീഠി കെ ലിയെ ഉസെ സുരക്ഷിത് രഖ്നാ ഹെ, പീഠി തലമുറ, വരും തലമുറയ്ക്കു വേണ്ടി അതിനെ സംരക്ഷിച്ചു വെക്കണം. ഇസ് ആശയ കെ ആധാർ പർ ഏക് ഭാഷൺ തയ്യാർ കരെ, ഭാഷൺ പ്രസംഗം, ഈ ആശയത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രസംഗം തയ്യാറാക്കൂ. നമ്മൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ആദ്യം എല്ലാവരെയും അഭിസംബോധന ചെയ്ത് തുടങ്ങണം. അതിനുശേഷം കണ്ടന്റ് എഴുതണം. അവസാനം എല്ലാവരോടും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കണം. ഉത്തരം ഇതാണ്. ആദരണീയ അധ്യാപക് ഗൺ ഓർ മേരെ പ്യാരെ ദോസ്തോ സബ്കോ മേരാ പ്രണാം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും എന്റെ പ്രണാം. मैं यहाँ जीवन में पानी के महत्व के बारे में कुछ कहना चाहता हूँ. महत्व, പ്രാധാന്യം. ഞാൻ ഇവിടെ ജീവിതത്തിൽ വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഹം ജാൻതേ ഹെ കി പാനി കെ ബിന ഹം നഹി രഹ സക്തേ. നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. पीने से लेकर हमारे हर जरूरतों को पूरा करने में पानी का स्थान अतुलनीय है. जरूरत അത്യാവശ്യം. കുടിക്കുന്നത് മുതൽ നമ്മുടെ എല്ലാ അത്യാവശ്യങ്ങളും പൂർത്തീകരിക്കുന്നതിൽ വെള്ളത്തിന്റെ സ്ഥാനം വളരെ വലുതാണ്. ലേക്കിൻ ആജ് ഹമാരെ നദിയാം താലാബ് ആദി പ്രദൂഷിത് ഹോത്തെ ജാ രഹേ ഹെ. നദിയാം പുഴകൾ, താലാബ് കുളം. എന്നാൽ ഇന്ന് നമ്മുടെ നദികളും കുളങ്ങളും എല്ലാം മലിനമായി കൊണ്ടിരിക്കുകയാണ്. കുച്ച് നദിയാം ഗായബ് ഹോ ചുക്കി ഹെ. ഗായബ് അപ്രത്യക്ഷം. കുറച്ച് നദികൾ അപ്രത്യക്ഷമായി കഴിഞ്ഞിട്ടുണ്ട്. कई जगहों पर लोग शुद्ध पानी नहीं मिलने की वजह से परेशान है. जगह സ്ഥലം, പരേശാൻ ബുദ്ധിമുട്ട്. കുറെ സ്ഥലങ്ങളിൽ ആളുകൾ ശുദ്ധജലം കിട്ടാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിലാണ്. और खेती भी असंभव सा हो गया है. खेती കൃഷി, അസംഭവ് അസാധ്യം. അതുപോലെ തന്നെ വെള്ളമില്ലാത്തതുകൊണ്ട് കൃഷിയും ചെയ്യാൻ കഴിയുന്നില്ല. ऐसे ही जाएंगे तो अगला विश्व युद्ध पानी के लिए ही होगा. വിശ്വയുദ്ധ്, ലോകമഹായുദ്ധം. ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ അടുത്ത ലോകമഹായുദ്ധം വെള്ളത്തിനു വേണ്ടിയായിരിക്കും. ऐसा नहीं होने देना है. അങ്ങനെയാവാൻ സമ്മതിക്കരുത്. अगले पीढ़ी के लिए पानी ही नहीं हर प्राकृतिक संसाधनों को सुरक्षित रखना है. यह हमारा कर्तव्य है. പ്രാകൃതിക സംസാധനോ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ. വരും തലമുറയ്ക്കു വേണ്ടി വെള്ളം മാത്രമല്ല എല്ലാ പ്രകൃതി വിഭവങ്ങളും സംരക്ഷിച്ചു വെക്കണം. ഇത് നമ്മുടെ കടമയാണ്. प्राकृतिक संसाधनों को प्रदूषित न करे, उसको सुरक्षित रखे. ये संदेश देते हुए मैं समाप्त करता हूँ. പ്രകൃതി വിഭവങ്ങളെ നശിപ്പിക്കരുത്, അതിനെ സംരക്ഷിച്ചു വയ്ക്കൂ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സബ്കോ ധന്യവാദ്. എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. पड़ोसी मेहरुनिसा के बारे में लेखक अपने मित्र को खत लिखते हैं. खत തയ്യാർ करे. ഖത്ത് എന്ന് പറഞ്ഞാൽ കത്താണ്. അയൽവാസിയായ മെഹറുനിസയെ കുറിച്ച് ലേഖകൻ തന്റെ കൂട്ടുകാരന് കത്ത് എഴുതുന്നു. കത്ത് തയ്യാറാക്കാം. നമുക്ക് ആദ്യം കത്ത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം.
കത്ത് എഴുതുമ്പോൾ ആദ്യം വലത് ഭാഗത്ത് ഡേറ്റും അതിന് തൊട്ടു താഴെ പ്ലേസും എഴുതണം. അതിനുശേഷം ആരെയാണോ അഭിസംബോധന ചെയ്ത് എഴുതുന്നത് അത് എഴുതണം. ഉദാഹരണത്തിന് പ്രിയ മിത്ര, ആദരണീയ അധ്യാപക്. അതിനുശേഷം കണ്ടന്റ് എഴുതണം. അവസാനമായിട്ട് തുമാരാ മിത്ര ഹസ്താക്ഷർ എന്ന് എഴുതി അവസാനിപ്പിക്കണം. ഇനി നമുക്ക് ആൻസറിലേക്ക് കടക്കാം. താരീഖ് ഡേറ്റ്, സ്ഥാന് സ്ഥലം. പ്രിയ മിത്ര പ്രിയപ്പെട്ട കൂട്ടുകാരാ. ആശാ കർത്താഹു കി തും വഹാം ടീക്ക് ഹോ. നിനക്ക് അവിടെ സുഖമാണെന്ന് ഞാൻ കരുതുന്നു. മേരെ ബാരെ മേ ക്യാ ബതാവൂ, തുജേ തോ സബ് കുച്ച് മാലൂം ഹെ. എന്നെക്കുറിച്ച് എന്താ പറയാ, നിനക്ക് എല്ലാം അറിയാമല്ലോ. ആജ് കൽ ദില്ലി മേ രഹന മത്ലബ് മൗത്ത് കോ ദാവത്ത് ദേനാ ഹെ. മൗത്ത് കോ ദാവത്ത് ദേന ഇതിന്റെ അർത്ഥം വരുന്നത് മരണത്തെ വിളിച്ചു വരുത്തുക. ഇക്കാലത്ത് ഡൽഹിയിൽ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. മേ ഓർ കുച്ച് കഹനെ കേ ലിയേ യഹ് ഖത്ത് ലിഖ് രഹാ ഹൂ. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. മേരെ പടോസ് മേ ഏക് ഗരീബ് ഔറത്ത് മെഹ്റുനീസ രഹത്തി ഹെ. എന്റെ വീടിന്റെ അടുത്ത് മെഹ്റുനീസ എന്ന ദരിദ്രയായ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട്. ഉസ്കെ പതി 7 സാൽ പഹലെ മർ ഗയെ. അവളുടെ ഭർത്താവ് 7 വർഷം മുമ്പ് മരിച്ചുപോയി. അഖേലി ഓറത്ത് ഹെ. അഖേലി ഒറ്റയ്ക്ക്. ആ സ്ത്രീ ഒറ്റക്കാണ് താമസിക്കുന്നത്. ദോ ബേട്ടിയാം ഭി ഹെ ഉസ്കോ. അവൾക്ക് 2 പെൺമക്കളുമുണ്ട്. വഹ് ദൂസരോं के घर में झाड़ू लगाकर ही गुजारा करती थी. അവൾ മറ്റുള്ള വീടുകളിൽ അടിച്ചുവാരുന്ന ജോലി ചെയ്തിട്ടാണ് ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നത്. ലേക്കിൻ അബ് കോയി ഘർ നഹി ബച്ചാ ഹെ തോ വഹ് കാം ന മിൽനെ സെ ഭൂഖോ മർനെ ലഗി. പക്ഷേ ഇപ്പോൾ ഒരു വീട്ടിലും ജോലി ഇല്ലാത്തതുകൊണ്ട് അവൾ വിശപ്പ് കൊണ്ട് ബുദ്ധിമുട്ടാൻ തുടങ്ങി. കൽ മേനെ ഉസ്കെ ഘർ 10 റോട്ടിയാം പഹൂഞ്ചായി. ഞാൻ ഇന്നലെ 10 ചപ്പാത്തി അവളുടെ വീട്ടിലെത്തിച്ചു. और बाकी रोटी से हम लोगों के भूख तो न बुझी लेकिन मन भर गई. ബാക്കി മിച്ചം വരുന്ന ചപ്പാത്തി കൊണ്ട് വിശപ്പടങ്ങിയില്ലെങ്കിലും ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ആകെ ഭി മെഹ്റുന്നീസ കോ കുച്ച് ഖാനെ കെ ലിയെ ദേനാ ചാഹതാ ഹൂ. ഇനിയും മെഹ്റുന്നീസയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്ത് സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ലേക്കിൻ മേരാ ഭി ഹാലത്ത് കുച്ച് ബെഹത്തർ നഹി ഹെ. പക്ഷേ എന്റെ അവസ്ഥയും അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമല്ല. തും തോ ജാൻതേ ഹി ഹോ. നിനക്കറിയാമല്ലോ. അബ് ക്യാ കരൂ കുച്ച് സമജ് മേ നഹി ആ രഹാ. ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കുച്ച് സലാഹ് ദോ മുझे. അതിനായി എനിക്ക് കുറച്ച് ഉപദേശം തരൂ. ഉത്തർ കി പ്രതീക്ഷ കരൂങ്ക. ഞാൻ മറുപടിക്കായി കാത്തിരിക്കും. മേ നഹി ജാൻതാ ആകെ ഹം കഭി മിലേഗേ യാ നഹി. ഇനി നമ്മൾ തമ്മിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടോ എന്നത് എനിക്കറിയില്ല. ലേക്കിൻ തേരെ ജോ മദദ് അബ് തക് മിലാ ഹെ വഹ് മേ കഭി നഹി ഭൂലൂങ്ക. പക്ഷേ നീ ഇതുവരെ ചെയ്തു തന്ന സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. തുമാര പ്രിയ മിത്ര എന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഹസ്താക്ഷർ ഒപ്പ് മിർസ ഗാലിബ്. നിങ്ങൾക്ക് എല്ലാവർക്കും കത്ത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഗലി കെ ലോഗ് പാനി ഓർ അനാജ് കെ ബിന പരേശാൻ ഹെ. തെരുവിലെ ആളുകൾ വെള്ളവും ധാന്യവും കിട്ടാതെ വിഷമിക്കുന്നു. മാൻ ലേ ഇസ്സെ സംബന്ധിത സമാചാർ അഖ്ബാർ മേ ആയ. സമാചാർ വാർത്ത, അഖ്ബാർ പത്രം. ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പത്രത്തിൽ വന്നു എന്ന് കരുതുക. വഹ് സമാചാർ തയ്യാർ കരെ. എന്നിട്ട് ആ വാർത്ത തയ്യാറാക്കൂ. ഉത്തരം പാനി ഓർ അനാജ് കെ ബിന ലോഗ് പരേശാൻ ഹെ. വെള്ളവും ധാന്യവും കിട്ടാതെ ആളുകൾ വിഷമിക്കുന്നു. ദില്ലി ഡൽഹിയിലാണ് ഈ കാര്യം സംഭവിക്കുന്നത്. ആജ്കൽ ദില്ലി മേ അംഗ്രേസോं का അത്യാചാർ बढ़ता जा रहा है. ഈയിടെയായിട്ട് ഡൽഹിയിൽ ബ്രിട്ടീഷുകാരുടെ അതിക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനതാക്കോ ദില്ലി മേ രഹന അബ് മുഷ്കിൽ ഹോ ഗയാ ഹെ. സാധാരണ ജനങ്ങൾക്ക് ഡൽഹിയിൽ താമസിക്കാൻ ഇപ്പോൾ കഴിയാത്ത അവസ്ഥയായി. കൈ ലോഗ് ദില്ലി ഛോഡ് ചുക്കേ ഹെ, കൈ ലോഗോं को മാർ ദിയാ ഗയാ ഹെ. അതുകൊണ്ട് കുറെ ആളുകൾ ഡൽഹി വിട്ടുപോയിട്ടുണ്ട്, കുറെ ആളുകളെ കൊന്നിട്ടുമുണ്ട്. ജോ ലോഗ് ദില്ലി കെ ഗലിയോ മേ अब भी है वे तो अनाज और पानी के बिना भूखा प्यासा मर रहे हैं. ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ധാന്യവും വെള്ളവും കിട്ടാതെ ആളുകൾ വിശപ്പ് കാരണം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏക് ഗലി കെ ലോഗ് അംഗ്രേസോं के डर से गली में ही बंद रहते थे. തെരുവിലെ ഒരു കൂട്ടം ആളുകൾക്ക് ബ്രിട്ടീഷുകാരോടുള്ള പേടി കൊണ്ട് തെരുവിൽ തന്നെ ബന്ധസ്ഥരായി നിൽക്കേണ്ടി വരുന്നു. लेकिन पानी के तलाश में उनको दरवाजा खोलना पड़ा क्योंकि गली में कोई कुआं नहीं था. പക്ഷേ
തെരുവിൽ ഒരു കിണറുമില്ലാത്തതുകൊണ്ട് വെള്ളം ലഭിക്കാൻ വേണ്ടി തെരുവിലെ വാതിൽ തുറക്കേണ്ടി വന്നു. കുച്ച് ദിനോം തക്ക് ഉൻകോ ഷോറേ കാ പാനി പീനാ പട. അവർക്ക് കുറച്ചു ദിവസത്തേക്ക് വെടിമരുന്ന് നിറഞ്ഞ വെള്ളം കുടിക്കേണ്ടി വന്നു. 2 दिन पहले जो बारिश हुआ था वह कुछ आश्वासजनक था. 2 ദിവസം മുമ്പ് മഴ ഉണ്ടായിരുന്നു. അത് കുറച്ച് ആശ്വാസം തരുന്ന കാര്യമായിരുന്നു. गली के लोग आपस में मदद तो कर रहे हैं, लेकिन दुख की बात यह है कि उर्दू एवं फारसी के महान शायर मिर्जा गालिब भी उन लोगों में से एक है. തെരുവിലെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിരുന്നു. എന്നാലും ഉറുദുവിലെയും ഫാർസിയിലെയും മഹാനായ കവി മിർസ ഗാലിബും ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നത് സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ദില്ലി കി സ്ഥിതി പ്രതിദിൻ ബിഗഡ്താ ജാ രഹാ ഹെ. ഡൽഹിയിലെ സ്ഥിതി ഓരോ ദിവസം കൂടുന്തോറും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വാർത്ത തയ്യാറാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇവിടെ ചർച്ച ചെയ്ത ചോദ്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്